ഇന്നത്തെ ഒരു സെഷനിലേക്ക് എല്ലാവരും ഞാൻ വെൽക്കം ചെയ്യുവാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഫസ്റ്റത്തെ ഒരു സെഷൻ കഴിഞ്ഞു, ബാച്ച്മേറ്റ്സിനെയൊക്കെ നല്ല രീതിയിൽ പരിചയപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇന്നലെ നമ്മുടെ ഒരു സെഷൻ നമുക്ക് ഇഗ്നു റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു സെഷൻ ആയിരുന്നു. അപ്പൊ ഇന്നത്തെ നമ്മുടെ സെഷൻ സിലബസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് നമുക്ക് ഫസ്റ്റ് ഇയറിൽ, എസ്പെഷ്യലി നമ്മൾ ഫസ്റ്റ് ഇയറിൽ എന്തൊക്കെയാണ് പഠിക്കാൻ പോകുന്നത്, നമ്മുടെ സബ്ജക്ട്സ് ഏതൊക്കെയാണ്, സബ്ജക്ട്സിലും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ പിന്നീട് നമുക്ക് റിക്വയർമെന്റ്സ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലെ, നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് നമ്മുടെ അസൈൻമെന്റ്സ്, ഇനി പ്രാക്ടിക്കൽസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ആവുമ്പോൾ ഫീൽഡ് വർക്ക് ഉണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ, എക്സാംസ് എങ്ങനെയാണ്, അതിന്റെ ഇവാലുവേഷൻ എങ്ങനെയാണ്, അതിൽ ഫൈനൽ റിസൾട്ട് വരുമ്പോൾ നമുക്കുള്ള അതിന്റെ സ്കീം എങ്ങനെയാണ് വരുന്നത്, ഗ്രേഡിംഗ് സിസ്റ്റം, അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഈ ഒരു ഫസ്റ്റ് ഇയറിൽ 1 ഇയറിൽ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ, ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള സിലബസ് മുതൽ എക്സാംസ് വരെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്ന ഒരു സെഷൻ ആയിരിക്കും ഇത്. ഓക്കെ, അപ്പൊ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് ഈ ഒരു സെഷനിൽ ഇരിക്കുക. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അവസാനം ഈ ഒരു സെഷന്റെ ലാസ്റ്റ് ടൈമിൽ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറൻസിന്റെ ഒരു ടൈം ഉണ്ടാവും. ആ സമയത്ത് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ചിട്ട് ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെഷനാണ്. അപ്പൊ ആ ഒരു സീരിയസ്നെസ്സോട് കൂടെ തന്നെ നിങ്ങൾ ഇരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു സെഷൻ ലീഡ് ചെയ്യുന്നത് നമ്മുടെ നിങ്ങളുടെ സ്വന്തം മെന്റർ ആയിട്ടുള്ള ഫാത്തിമ മാം തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് വളരെ ഫ്രീ ആയിട്ട്, വളരെ ഓപ്പൺ ആയിട്ട് എന്തുണ്ടെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഒക്കെ മാമിന്റെ അടുത്ത് ചോദിക്കാം. അപ്പോൾ ഫാത്തിമ മാമിനെയും പിന്നെ നമ്മൾ ഈ സെഷനിൽ വേറെയും മെന്റേഴ്സ് ഒക്കെ ഉണ്ട്. സരിത മാം ഉണ്ട്, നമ്മുടെ സോഷ്യോളജിയുടെ മെന്റർ തഹസീൻ മാം ഉണ്ട്, അങ്ങനെ മെന്റേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ എല്ലാവരെയും ഈ ഒരു സെഷനിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. അപ്പൊ നിങ്ങളുടെ സിലബസ് റെക്കോർഡിങ്ങും കാര്യങ്ങളും ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടിയിട്ട് ഫാത്തിമ മാമിനെ ഞാൻ സെഷനിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. സുനിത മാം പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു സെഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്താണ്, ഇപ്പൊ നിങ്ങൾ ഓൺബോർഡിങ്ങിനൊക്കെ ഇരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കും എപ്പോ തൊട്ടാണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത്, എന്തൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത് എന്നൊക്കെ അല്ലെ. നമ്മൾ അവിടെ കുറച്ച് ബ്രീഫ് ആയിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. സോ ഈ ഒരു എന്താ പറയാ, നമ്മുടെ ഈ ഒരു സെഷനിലായിരിക്കും നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ എങ്ങനെയാണ് നിങ്ങൾ സബ്ജക്ട് എല്ലാം ഹാൻഡിൽ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എത്ര സബ്ജക്ട് പഠിക്കാനുണ്ട്, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഫീൽഡ് വർക്കും കാര്യങ്ങളും, നിങ്ങളുടെ പ്രാക്ടിക്കൽസ് എങ്ങനെയാണ് വരുന്നത്, നിങ്ങൾക്ക് ഇലക്ടീവ്സ് എങ്ങനെയാണുള്ളത്, നമ്മൾ ഏതൊക്കെ സബ്ജക്റ്റിന്റെ എന്താണ് നമുക്ക് മെറ്റീരിയൽസും കാര്യങ്ങളും അല്ലെങ്കിൽ ക്ലാസ്സസ് നമ്മൾ എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഫുള്ളി അവൈലബിൾ ആണോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യും. സോ നിങ്ങളുടെ അടുത്ത് ഒരു ബുക്കും പേനയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നോട്ട് ചെയ്യാം. നമ്മൾ ലാസ്റ്റ് ആയിരിക്കും ബൈ എൻഡ് ഓഫ് ദിസ് മീറ്റിംഗ് നമുക്ക് എന്ത് ചെയ്യാം, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഞാൻ എന്തായാലും ഫസ്റ്റ്ലി സ്ലൈഡ് ഷെയർ ചെയ്യാം. കാണാം. ഓക്കെ ഓക്കെ, സോ വൺസ് അഗെയിൻ എല്ലാവരെയും BFSW ലേണേഴ്സ് ആണ് ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ളത്. സോ നിങ്ങളുടെ സിലബസ് ഡീകോഡിംഗ് ആയിരിക്കും നമ്മൾ ഇന്ന് കണ്ടക്ട് ചെയ്യുന്നത്. സെഷൻ 3 ഇന്നോവേറ്റ് വിത്ത് ലേൺ വൈസ് സ്ട്രാറ്റജീസ് ഫോർ മോഡേൺ ലേണിംഗ്. ഓക്കെ, സോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറ്റുന്നത്, അതിന്റെ സ്ട്രാറ്റജീസ് എങ്ങനെയൊക്കെ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാം, അതേപോലെ തന്നെ നിങ്ങൾക്ക് ടൈം ടേബിൾ ലോഞ്ചിങ് പോലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു സെഷനിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്, ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ത്രൂ ഔട്ട് നിങ്ങൾ ഈ ഒരു സെഷനിൽ അറ്റൻഡ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. സോ നമുക്ക് ഫസ്റ്റ് സ്ലൈഡിലേക്ക് നോക്കാം. അപ്പൊ ഇന്നത്തെ എന്തൊക്കെയാണെന്നുള്ളതെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ഫസ്റ്റ് ഇയർ സിലബസ് കാണും. നമുക്ക് ഈ ഒരു എന്താ പറയാ അക്കാഡമിക്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് പഠിക്കേണ്ടത്, ടൈം ടേബിളും കാര്യങ്ങളും, ഓക്കെ, ഏതൊക്കെ ദിവസങ്ങളിൽ എന്തൊക്കെ പഠിക്കണം എന്നൊക്കെ ഉള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ലേൺ വൈസിൽ നമുക്ക് എന്തൊക്കെ കോണ്ടന്റ്സ് ആണ് നമ്മൾ തരുന്നത്, അതിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഫസ്റ്റ്ലി നമ്മൾ സിലബസ് ഡീകോഡിംഗ് ആണ്. ആൻഡ് ഇപ്പൊ ഇവിടെ നമുക്ക് BFSW ഫസ്റ്റ് ഇയറിലെ സിലബസ് ആണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് നോക്കാനാണെന്നുണ്ടെങ്കിൽ ഞാൻ ടോട്ടലി പറയാം, നിങ്ങൾ നോട്ട് ചെയ്തോളൂ. നിങ്ങൾക്ക് BFSW നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത് 6 സബ്ജക്റ്റ് ആണ്. ഓക്കെ, 6 സബ്ജക്റ്റും അതേപോലെ തന്നെ ഒരു ഫീൽഡ് വർക്കും ആയിരിക്കും. ഓറിയന്റേഷൻ വിസിറ്റ് ഉൾപ്പെടുന്ന ഒരു ഫീൽഡ് വർക്ക് ആയിരിക്കും നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ വരുന്നത്. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് കോർ പേപ്പർ ആയിട്ടുള്ള BSW 121 നിങ്ങളുടെ മെയിൻ പേപ്പർ ആണ്. അത് നിങ്ങൾക്ക് എന്താണ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഡിസിപ്ലിൻ സ്പെസിഫിക് ആയിട്ടുള്ള കോഴ്സ് ആണ്. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഒരു വൊക്കേഷണൽ കോഴ്സ് പഠിക്കാൻ കാണും. രണ്ടാമത്തേതായിട്ട് 4 ക്രെഡിറ്റ് ഉള്ള ഒരു വൊക്കേഷണൽ കോഴ്സ് ഉണ്ട്. ആൻഡ് ഇന്റർ ഡിസിപ്ലിനറി കോഴ്സ് ഒരെണ്ണം ഉണ്ട്, സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ് ഒരെണ്ണം ഉണ്ട്. ഓക്കെ, പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഒരെണ്ണമാണ് പഠിക്കാനുള്ളത്. പിന്നെ വാല്യൂ ആഡഡ് കോഴ്സ്, കോമൺ വാല്യൂ ആഡഡ് കോഴ്സും നിങ്ങൾക്ക് എന്താണുള്ളത്, ഒരെണ്ണമാണ് പഠിക്കാനുള്ളത്. ഓക്കെ, സോ നിങ്ങളോട് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങളോട് ഇലക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് ചില ഏരിയകളിലെ സബ്ജക്റ്റുകൾ ചൂസ് ചെയ്യാൻ വേണ്ടി പറയും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എബിലിറ്റി എൻഹാൻസ്മെന്റിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോൾ, ഇപ്പൊ എബിലിറ്റി എൻഹാൻസ്മെന്റ് എന്ന് പറയുന്ന പെർട്ടിക്കുലർ ഏരിയയിൽ നിങ്ങൾക്ക് 6 or 7 സബ്ജക്റ്റുകൾ തന്നിട്ട് അതിൽ നിങ്ങളോട് ഒരെണ്ണമായിരിക്കും
ചൂസ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ വൊക്കേഷണൽ കോഴ്സ്, ഇന്റർ ഡിസിപ്ലിനറി കോഴ്സ്, ഓക്കെ, മെയിൻ ആയിട്ട് നമുക്ക് വരുന്നത് വൊക്കേഷണൽ കോഴ്സിലും ഇന്റർ ഡിസിപ്ലിനറി കോഴ്സിലും സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സിലൊക്കെയാണ് നിങ്ങൾക്ക് ഇലക്ടീവ്സ് വരുന്നത്. സോ ഇന്റർ ഡിസിപ്ലിനറി എടുക്കുമ്പോൾ നിങ്ങളോട് ചോദിക്കും ഔട്ട് ഓഫ് ഇത്ര സബ്ജക്റ്റിൽ നിങ്ങൾ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സബ്ജക്ട് ഏതാണ് എന്നുള്ളത് ചോദിക്കും. ഓക്കെ, സോ അതിന്റെയൊക്കെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലേൺ വൈസിൽ എന്താണ് നമ്മൾ എല്ലാ ഇലക്ടീവ്സിന്റെയും എല്ലാ മെറ്റീരിയൽസ് ലൈക്ക് നമ്മളുടെ പ്രീ റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസ് ആയിക്കോട്ടെ, ലൈവ് സെഷൻസ് ആയിക്കോട്ടെ, നമ്മൾ അതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നില്ല. നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ഇലക്ടീവ്സിന്റെ ക്ലാസ്സസ് ആയിരിക്കും നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, സോ നിങ്ങൾ അഡ്മിഷൻ എടുക്കുമ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെയും കൂടെ സപ്പോർട്ട് ഉള്ളത് എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ നോക്കിയെടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ബട്ട് അതിന്റെ ഒരു ഫുള്ളി അവൈലബിൾ ആയിട്ടുള്ള കണ്ടന്റ്സ് ചിലപ്പോൾ നമ്മളുടെ അവൈലബിൾ ആയിരിക്കില്ല. അപ്പൊ ഇവിടെ ഇങ്ങനെ ഫുള്ളി അവൈലബിൾ എന്ന് കൊടുത്തിട്ടുള്ളത് നമ്മൾ എല്ലാം ഫുൾ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന സബ്ജക്റ്റുകളുടെ അല്ലെങ്കിൽ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ ഫുള്ളി അവൈലബിൾ എന്ന് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ BSW 121 ഫസ്റ്റ് ഇയറിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ കോർ പേപ്പർ ആയിട്ടുള്ള ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സ് ആയിട്ടുള്ള പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് ആൻഡ് ഇറ്റ്സ് വാല്യൂസ് BSW 121 ഫുള്ളി അവൈലബിൾ ആണ്. അതിന്റെ ക്രെഡിറ്റ് എന്ന് പറയുന്നത് 6 ക്രെഡിറ്റ് ആണ്. ആൻഡ് പിന്നെ എന്ന് പറയുമ്പോൾ BSW 104 സോഷ്യൽ വർക്ക് പ്രാക്ടിക്കും ആണ്. ഓക്കെ, ഫീൽഡ് വർക്ക് ആണ് നിങ്ങൾക്ക് അതിൽ വരുന്നത്. ആൻഡ് അതിൽ നിങ്ങൾക്ക് ഉള്ള ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ 10 ക്രെഡിറ്റ് ആണ്. ഓരോ സബ്ജക്റ്റിനും ഓരോ ക്രെഡിറ്റ് സിസ്റ്റം ഉണ്ട്. അതായത് നിങ്ങൾ ഇത്ര മണിക്കൂറാണ് പഠിക്കേണ്ടത് എന്നുള്ളതാണ് ഓരോ ക്രെഡിറ്റ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇത്ര വെയിറ്റേജ് ഓഫ് സ്റ്റഡീനെയാണ് ഓരോ ക്രെഡിറ്റും സൂചിപ്പിക്കുന്നത്. ഓക്കെ, ആൻഡ് BUBA 181 എൻവയോൺമെന്റൽ സ്റ്റഡീസ് എന്ന് പറയുന്നത് ഫുള്ളി അവൈലബിൾ ആയിട്ടുള്ള കോണ്ടന്റ് ആണ്. 4 ക്രെഡിറ്റ് ആണ് വരുന്നത്. സോ ഇപ്പൊ 6 ക്രെഡിറ്റും 4 ക്രെഡിറ്റ് ഉള്ള ഒരു സബ്ജക്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ 6 ക്രെഡിറ്റ് ഉള്ളതിനായിരിക്കും കുറച്ചുകൂടി വെയിറ്റേജ് ഉള്ളത്. ഓക്കെ, അതാണ് ക്രെഡിറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് കം ടു BEDS V101 വാല്യൂ എഡ്യൂക്കേഷൻ, അഗെയിൻ അത് ഫുള്ളി അവൈലബിൾ ആണ്. ദെൻ BCOS 186 പേഴ്സണൽ സെല്ലിംഗ് ആൻഡ് സെയിൽസ് മാച്ചിങ് വൊക്കേഷണൽ കോഴ്സ് ആണ്, ഫുള്ളി അവൈലബിൾ ആണ്. 4 ക്രെഡിറ്റ് ആണ് വരുന്നത്. BCOS 185 entrepreneurship vocational course fully available ആണ്. Then BSOG 171 Indian Society Images and Realities ആണ്, interdisciplinary course ആണ്, fully available ആയിരിക്കും നമ്മുടെ contents. Then BPAG 171 interdisciplinary ആണ്, disaster management fully available ആണ്. BCOS 183 computer application in business ആണ്, skill enhancement course ആണ്, fully available ആയിരിക്കും again. Then BPAS 184 logistic management vocational course ആണ്, fully available ആണ്. BPCS 183 emotional intelligence skill enhancement course. Then BEGS 183 writing and study skills skill enhancement course. Okay, സോ ഇത്രയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഫുള്ളി ആയിട്ട് അവൈലബിൾ ആക്കി തരുന്നുണ്ട്. സോ നോക്കിയാൽ അറിയാം സ്കിൽ എൻഹാൻസ്മെന്റ് നമുക്ക് എന്ത് വരുന്നുണ്ട്, 3 എണ്ണം വരുന്നുണ്ട്. ഇന്റർ ഡിസിപ്ലിനറി നമ്മൾ 2 എണ്ണം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇല്ലെന്ന് പറയുമ്പോൾ എബിലിറ്റി എൻഹാൻസ്മെന്റും അതേപോലെ തന്നെ എന്താണ് നമ്മുടെ ഡിസിപ്ലിൻ സ്പെസിഫിക് ആയിട്ട് കോഴ്സ് വരുന്നുണ്ട്. പിന്നെ വൊക്കേഷണൽ നമ്മൾ 3 എണ്ണം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇന്ന സ്പെസിഫിക് നമ്പറിലാണ് നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്, ഇലക്ടീവ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അത് നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. ആൻഡ് നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഇപ്പൊ ഇവിടെ നെക്സ്റ്റ് നിങ്ങൾക്ക് എഗെയിൻ പലതരത്തിലുള്ള വൊക്കേഷണൽ കോഴ്സും ഇന്റർ ഡിസിപ്ലിനറി കോഴ്സിന്റെ ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ബട്ട് ഇപ്പൊ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ കാണാം അതിന്റെ അവൈലബിലിറ്റി ചെക്ക് ചെയ്താൽ അവിടെ മെറ്റീരിയൽസ് ഓൺലി എന്ന് കൊടുത്തിട്ടുണ്ട്. മെറ്റീരിയൽസ് ഓൺലി എന്തുകൊണ്ടാണ് കൊടുക്കുന്നത്, കാരണം നിങ്ങൾക്ക് നമ്മൾ അതിന്റെ മെറ്റീരിയൽസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്ത് തരുന്നത്. സോ അതുകൊണ്ടാണ് അവിടെ മെറ്റീരിയൽസ് ഓൺലി എന്ന് കൊടുത്തിട്ടുള്ളത്. നേരത്തെ കാണിച്ചതിന്റെ ഫുള്ളി അവൈലബിലിറ്റി നമുക്ക് കാണും. അതായത് പ്രീ റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസ് കാണും, ലൈവ് സെഷൻസ് കാണും, ആൻഡ് ഓൾ കൈൻഡ് ഓഫ് സപ്പോർട്ട്സ് ലൈക്ക് അസൈൻമെന്റ്സ് ആയിക്കോട്ടെ, അങ്ങനെ എനി കൈൻഡ് ഓഫ് ഡൗട്ട്സ് ആയിക്കോട്ടെ, അതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്യും. ബട്ട് വെൻ ഇറ്റ് കംസ് ടു ഈ ഒരു ഏരിയ, ഈ പെർട്ടിക്കുലർ ഏരിയ സബ്ജക്ട് നോക്കുമ്പോഴത്തേക്കും അവിടെ മെറ്റീരിയൽസ് മാത്രമായിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് BFSW സെക്കൻഡ് ഇയറിലെയാണ്, ജസ്റ്റ് അതൊന്ന് പറയാം. നമുക്ക് BSW 121 125 സോഷ്യൽ കേസ് വർക്ക് ആൻഡ് സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് എന്ന് പറയുന്നത് ഫുള്ളി അവൈലബിൾ ആയിരിക്കും. പിന്നെ നിങ്ങൾക്ക് 2 പ്രാക്ടിക്കൽസ് വരുന്നുണ്ട്. സോ 2 പ്രാക്ടിക്കൽസും നിങ്ങൾ തന്നെ ചെയ്യേണ്ട കാര്യമാണ്. ആൻഡ് ദെൻ BSW 124 ഹ്യൂമൻ ഗ്രോത്ത് ബിഹേവിയർ ആൻഡ് കൗൺസിലിംഗ് ഫുള്ളി അവൈലബിൾ ആണ്. BEGA 182 ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഫുള്ളി അവൈലബിൾ ആണ്. BPCM 162 ഇൻട്രൊഡക്ഷൻ ടു സോഷ്യൽ സൈക്കോളജി മൈനർ കോഴ്സ് ആണ്, അതും നമ്മൾ ഫുള്ളി അവൈലബിൾ ആയിട്ടാണ് തരുന്നത്. ഓക്കെ, ദെൻ കമ്മിങ് ടു തേർഡ് ഇയർ BSW 123 കോർ പേപ്പർ ആണ്, കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഫുള്ളി അവൈലബിൾ ആണ്. BSW 131 സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സോഷ്യൽ ആക്ഷൻ ഫുള്ളി അവൈലബിൾ ആയിരിക്കും. ഇനി നിങ്ങൾക്ക് തേർഡ് ഇയറിലും സെക്കൻഡ് ഇയറിലെ പോലെ തന്നെ 2 ഫീൽഡ് വർക്ക് വരുന്നുണ്ട്, അതും നിങ്ങളാണ് ചെയ്യേണ്ടത്. ആൻഡ് മൈനർ കോഴ്സ് 2 കോഴ്സുകൾ വരുന്നുണ്ട്. ആൻഡ് അതിന്റെയും 2 എണ്ണത്തിന്റെയും കോണ്ടന്റ്സ് നമുക്ക് തേർഡ് ഇയർ ആകുമ്പോഴത്തേക്കും ഫുള്ളി അവൈലബിൾ ആയിരിക്കും. ഓക്കെ,
ദെൻ BFSW ഫോർത്ത് ഇയറിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ നിങ്ങൾക്ക് BSW 121, 129 റിസർച്ച് മെത്തേഡ്സ് ഇൻ സോഷ്യൽ വർക്ക് ഫുള്ളി അവൈലബിൾ ആയിരിക്കും കോണ്ടന്റ്സ്. BSW 128 സോഷ്യൽ പോളിസി ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ് ഫുള്ളി അവൈലബിൾ ആണ്. MSW 032 സോഷ്യൽ വർക്ക് ആൻഡ് ക്രിമിനൽ ജസ്റ്റിസ്. Then BFEE 104 കമ്മ്യൂണിക്കേഷൻ ആൻഡ് കൗൺസിലിംഗ് ആൻഡ് HIV മൈനർ കോഴ്സിൽ രണ്ടെണ്ണം വരുന്നുണ്ട്. BSW 127 പബ്ലിക് ഹെൽത്ത് ആൻഡ് HIV or AIDS. BSW 130 പ്രിവെൻഷൻ ഓഫ് സബ്സ്റ്റൻസ് അബ്യൂസ്. അതും നമുക്ക് എന്താണ് ഈ പറയുന്ന എല്ലാ സബ്ജക്റ്റും നമുക്ക് ഫുള്ളി അവൈലബിൾ ആണ്. ആൻഡ് പിന്നെ വരുന്നത് പ്രൊജക്ട് അല്ലെങ്കിൽ ഡിസർട്ടേഷൻ ആണ്. അത് ഓപ്ഷണൽ ആണ്. നിങ്ങൾക്ക് അതിന് പകരം വേറെ ഏതെങ്കിലും ഇലക്ടീവ് സബ്ജക്ട് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, സോ ഇത്രയാണ് മെയിൻ ആയിട്ട് ഉള്ളത്. നിങ്ങൾ ഇവിടെ മെയിൻ ആയിട്ട് ഇപ്പൊ ഫോക്കസ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ BSW ഫസ്റ്റ് ഇയറിലെ സിലബസ് ആണ്. കാരണം നമ്മൾ ഓരോ ഇയറിലും നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഓറിയന്റേഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന സിലബസ് ഡീകോഡിംഗ്, സിലബസ് മാപ്പിംഗ് നമ്മൾ സെപ്പറേറ്റ് പ്രൊവൈഡ് ചെയ്യും. സോ ഇപ്പൊ നിങ്ങൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ഫസ്റ്റ് ഇയറിലെ സിലബസ് ആണ്. അതായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നമ്മൾ മെയിൻ പേപ്പേഴ്സ് ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങൾക്കുള്ള കോർ അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള ഇലക്ടീവ്സ് അല്ല, ഇലക്ടീവ്സ് ഒഴിച്ചിട്ട് മെയിൻ പേപ്പേഴ്സിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് വരുന്നത്, അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എന്താണ് എത്ര ബ്ലോക്സ് വരുന്നുണ്ട്, എത്ര യൂണിറ്റുകൾ വരുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പക്ഷെ നമ്മളിപ്പം ഒരു സബ്ജക്റ്റിനെ നമ്മളിപ്പോൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്ന എന്താണ് BSW 121 പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് ആൻഡ് ഇറ്റ്സ് വാല്യൂസ് എന്നുള്ളതാണ്. സോ നിങ്ങൾ ഇതുപോലെ ഏതൊരു സബ്ജക്ട് എടുത്താലും എല്ലാ സബ്ജക്റ്റിനെയും അതിന്റെ അണ്ടറിൽ പല പല ബ്ലോക്കുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇതിപ്പോ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, എന്നാൽ ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ആയിട്ട് പറയാം. സോ ഓരോ സബ്ജക്റ്റിനെയും അതിന്റെ അണ്ടറിൽ 4 അല്ലെങ്കിൽ 5 അല്ലെങ്കിൽ 6 പല രീതിയിൽ ബ്ലോക്ക് ആയിട്ട് തിരിക്കും. ആ ബ്ലോക്കുകളുടെ അണ്ടറിലാണ് പല പല യൂണിറ്റുകൾ എന്ത് ചെയ്യുന്നത്, അപ്പിയർ ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ BSW 120 എടുത്താൽ ബ്ലോക്ക് 1 നമുക്ക് 4 യൂണിറ്റുകൾ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇൻട്രൊഡക്ഷൻ ടു പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് എന്ന് പറയുന്ന ബ്ലോക്ക് ആണ് ഫസ്റ്റ് ബ്ലോക്ക്. ആൻഡ് അതിൽ മെയിൻ ആയിട്ടും എന്ന് പറഞ്ഞാൽ ആ ഒരു ബ്ലോക്കിന്റെ പേര് പോലെ തന്നെ നമ്മൾ എന്താണ് പ്രൊഫഷണൽ സോഷ്യൽ വർക്കിനെ നിങ്ങളുടെ മുന്നിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് അല്ലെ. സോ അവിടെ യൂണിറ്റ് 1 ആൻഡ് യൂണിറ്റ് 2 എടുത്താൽ ഇൻട്രൊഡക്ഷൻ ടു സോഷ്യൽ വർക്ക് കോൺസെപ്റ്റുകളാണ്. നിങ്ങൾ ആദ്യമായിട്ട് സോഷ്യൽ വർക്ക് പഠിക്കാൻ വരുന്നവരാണ്. സോ നിങ്ങൾക്ക് ഫസ്റ്റ്ലി നിങ്ങൾ പഠിക്കേണ്ട എന്താണ്, സോഷ്യൽ വർക്കിന്റെ പല പല കോൺസെപ്റ്റുകൾ എന്തെന്നുള്ളതാണ്. അതായത് സോഷ്യൽ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ചാരിറ്റി, ശ്രമദാൻ, വോളണ്ടറി ഓർഗനൈസേഷൻ അല്ലെങ്കിൽ വോളണ്ടറി ആക്ഷൻ, ഇങ്ങനെയുള്ള ടേംസുകൾ എന്താണ്, അതിന്റെ ഡെഫിനിഷൻസ് എന്താണ്, മീനിങ്സ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും യൂണിറ്റ് 1 ആൻഡ് യൂണിറ്റ് 2 ഗോ ത്രൂ ചെയ്യുന്നത്. ദെൻ കമ്മിങ് ടു യൂണിറ്റ് 3, സോഷ്യൽ വർക്ക് എബ്രോഡിൽ എങ്ങനെയാണ് എമേർജ് ചെയ്ത് വന്നത്, USA അല്ലെങ്കിൽ UK പോലുള്ള കൺട്രികളിൽ എങ്ങനെയാണ് സോഷ്യൽ വർക്ക് എന്ന് പറയുന്ന പ്രൊഫഷൻ വന്നത്, എമേർജ് ചെയ്ത് വന്നത് എന്നുള്ളതാണ് യൂണിറ്റ് 3 നമ്മൾ ഗോ ത്രൂ ചെയ്യുന്നത്. കമ്മിങ് ടു യൂണിറ്റ് 4, നമുക്ക് സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ സിസ്റ്റം എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് ട്രഡീഷൻ എങ്ങനെയാണ് എവല്യൂഷൻ, അതിന്റെ ഒരു എവല്യൂഷൻ എങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ യൂണിറ്റ് 4 പഠിക്കാൻ വേണ്ടി പോകുന്നത്. സോ ഇതാണ് എന്താണ് ബ്ലോക്ക് 1 നിങ്ങൾ ഡീൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആൻഡ് കമ്മിങ് ടു ബ്ലോക്ക് 2, അവിടെ നമ്മൾ പഠിക്കാൻ പോകുന്ന സോഷ്യൽ വർക്കിന്റെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അവിടെ യൂണിറ്റ് 1 എടുത്താൽ സോഷ്യൽ വർക്ക് എന്ന് പറയുന്ന പ്രൊഫഷന്റെ നേച്ചർ എന്താണ്, ഓക്കെ, എങ്ങനെയാണ് ഈ പറയുന്ന പ്രൊഫഷൻ ഇരിക്കുന്നത്, ഇതിൽ എന്തൊക്കെ സ്കോപ്പുകൾ ഉണ്ട്, ഇതിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, ഇതിന്റെ ഉള്ളിൽ വരുന്ന ഗോൾസ് എന്താണ്, ഓരോരോ പെർട്ടിക്കുലർ പ്രൊഫഷനും അതിൻ്റെതായിട്ടുള്ള ഫങ്ഷൻസ്, ഗോൾസ് ഇതൊക്കെ കാണും അല്ലെ. സോ കമ്മിങ് ടു പ്രൊഫഷണൽ സോഷ്യൽ വർക്ക്, ഇവിടെ എന്തൊക്കെയാണ് നമ്മൾ എന്തൊക്കെ നേച്ചർ ഉണ്ട്, ഗോൾസ് ഉണ്ട് എന്നൊക്കെ ഉള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് യൂണിറ്റ് 1. ദെൻ കമ്മിങ് ടു യൂണിറ്റ് 2, പ്രൊഫഷണൽ സോഷ്യൽ വർക്കിന്റെ പ്രിൻസിപ്പിൾസ് ആണ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏതൊക്കെ ഒരു പ്രൊഫഷൻ എടുത്താലും, ഇപ്പൊ നമുക്കിപ്പോ ഡോക്ടർ ആയിക്കോട്ടെ, എഞ്ചിനീയർ ആയിക്കോട്ടെ, ഏതൊക്കെ ഒരു ടീച്ചർ ആയിക്കോട്ടെ, ഏത് പ്രൊഫഷൻ എടുത്താലും നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള കുറെ പ്രിൻസിപ്പിൾസ് ഉണ്ട് അല്ലെ. സോ അതിനാൽ അത്തരത്തിലുള്ള പ്രിൻസിപ്പിൾസ് ആൻഡ് ഓൾസോ നമുക്ക് ഈ പറയുന്ന പ്രിൻസിപ്പിൾസിനെ നമുക്ക് എങ്ങനെ നമുക്ക് പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാം, അതിന്റെ ആപ്ലിക്കേഷൻസ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ യൂണിറ്റ് 2 ഗോ ത്രൂ ചെയ്യുന്നത്. ദെൻ യൂണിറ്റ് 3 എന്ന് പറയുമ്പോഴത്തേക്കും സോഷ്യൽ വർക്കിന്റെ കോൺസെപ്റ്റ് ആയിട്ടുള്ള വോളണ്ടറി ആക്ഷൻ സോഷ്യൽ വർക്കും എങ്ങനെയാണ് കണക്റ്റഡ് ആയിട്ടുള്ളത്, അതാണ് യൂണിറ്റ് 3 നമ്മൾ ഗോ ത്രൂ ചെയ്യുന്നത്. ആൻഡ് യൂണിറ്റ് 4 എന്ന് പറയുമ്പോഴത്തേക്കും സോഷ്യൽ വർക്ക് എന്ന് പറയുന്ന പ്രൊഫഷനിൽ നമ്മൾ ഇരിക്കുമ്പോൾ അവിടെ നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് എത്തിക്സ് ഉണ്ട്. ഏതൊരു പ്രൊഫഷൻ പോലെയും സോഷ്യൽ വർക്കിന് നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് എത്തിക്സ് ഉണ്ട്. സോ ആ എത്തിക്സുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ യൂണിറ്റ് 4 നമ്മൾ കവർ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ബ്ലോക്ക് 3 നോക്കാം. വാല്യൂസ് ഓഫ് സോഷ്യൽ വർക്ക് ആണ്. സോഷ്യൽ വർക്കിന്റെ വാല്യൂസ് ആണ് നമ്മൾ ബ്ലോക്ക് 3 ബ്ലോക്ക് 4 നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, സോ ഈ ഒരു ഏരിയാസ് എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം നിങ്ങൾക്ക് മനസ്സിലാവുന്ന കുറെ കൂടിയൊക്കെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ പറഞ്ഞ BSW 121 ഒരു ഫുൾ ഒരു സബ്ജക്ട് എടുത്താലും നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്, നിങ്ങൾക്ക് ഈസിലി ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്.
സോ വാല്യൂസ് ഓഫ് സോഷ്യൽ വർക്കിൽ ഫസ്റ്റ് നമുക്ക് ഈ പറയുന്ന ബ്ലോക്ക് 3 6 വാല്യൂസ് പഠിക്കുന്നുണ്ട്. സർവീസ് ടു ഹ്യൂമാനിറ്റി, സോഷ്യൽ ജസ്റ്റിസ്, ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്പ്, ഡിഗ്നിറ്റി ആൻഡ് വർത്ത് ഓഫ് ദ പേഴ്സൺ, ഇന്റഗ്രിറ്റി ആസ് എ വാല്യൂ ഓഫ് സോഷ്യൽ വർക്ക്, കോമ്പിറ്റൻസ്. ഓക്കെ, ഈ 6 വാല്യൂസിനെ കുറിച്ചിട്ടായിരിക്കും ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ബ്ലോക്ക് 3 എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഗോ ത്രൂ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ആൻഡ് ഈ വാല്യൂസ് പഠിക്കുമ്പോൾ ഈ വാല്യൂസ് എന്താണ്, ഇതെങ്ങനെ നമുക്ക് സോഷ്യൽ വർക്ക് ആയിട്ട് ഇൻകോപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഈ വാല്യൂസിനെ എങ്ങനെ അപ്ലൈ ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് കമ്മിങ് ടു ബ്ലോക്ക് 4, നമ്മുടെ അടുത്ത സെറ്റ് ഓഫ് വാല്യൂസ് ആണ്, നെക്സ്റ്റ് 6 വാല്യൂസ് ആണ് നമ്മൾ പഠിക്കുന്നത്. അതിലെന്ന് പറയുമ്പോൾ ലോയാലിറ്റി അല്ലെ, ഒരു സോഷ്യൽ വർക്കിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ പറയുന്ന എല്ലാ വാല്യൂസും വേണം. ആൻഡ് ഓൾസോ ലോയാലിറ്റി ആൻഡ് പെട്രിയോട്ടിസം, പിന്നെ കൾച്ചറൽ സെൻസിറ്റിവിറ്റി, ഹാർഡ് വർക്ക്, റെസ്പോൺസിബിലിറ്റി ആൻഡ് കമ്മിറ്റ്മെന്റ്, ടീച്ചർഷിപ്പ് അല്ലെ, നമുക്കൊരു രാജ്യത്തിനോടുള്ള നമ്മുടെ സ്നേഹം, പാട്രിയോട്ടിസം വരുന്നുണ്ട്. ആൻഡ് ഓൾസോ കൾച്ചറൽ സെൻസിറ്റിവിറ്റി, ഓരോരോ കൾച്ചറിൽ നിന്നുകൊണ്ട് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു കൾച്ചറൽ സെൻസിറ്റിവിറ്റിനെ എങ്ങനെയാണ് സോഷ്യൽ വർക്കിൽ വാല്യൂ ആയിട്ട് പറയുന്നത് എന്നുള്ളതുണ്ട്. ദെൻ ഹാർഡ് വർക്ക്, ഓക്കെ, ഹാർഡ് വർക്ക് വരുന്നുണ്ട്, റെസ്പോൺസിബിലിറ്റി ആൻഡ് കമ്മിറ്റ്മെന്റ് വരുന്നുണ്ട്, ദെൻ ടീച്ചർഷിപ്പ് വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള 6 വാല്യൂസ് ആണ് നമ്മൾ ബ്ലോക്ക് 4 നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡീൽ ചെയ്യുന്നത്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് BSW 121. ഓക്കെ, ആ ഒരു പേപ്പറിൽ 4 ബ്ലോക്കുകൾ, അതിന്റെ അണ്ടറിൽ നമ്മൾ ഡീൽ ചെയ്യുന്ന യൂണിറ്റുകളാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോ നിങ്ങൾക്ക് നെക്സ്റ്റ് BSW 104 ഫീൽഡ് വർക്ക് ജേർണൽ ആണ്. സോ നമുക്കിവിടെ ഞാനിപ്പോ മെയിൻ ആയിട്ട് നിങ്ങളോട് എങ്ങനെയാണ് നിങ്ങൾക്ക് ഫീൽഡ് വർക്ക് വരുന്നത് എന്നുള്ളത് നിങ്ങളോട് പറഞ്ഞുതരാം. സോ ഫീൽഡ് വർക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് ആ ഫീൽഡ് വർക്ക് എന്ന് പറഞ്ഞ ടേം നിങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നത് നിങ്ങളുടെ സെക്കൻഡ് ഇയർ തൊട്ടാണ്. കാരണം ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് BSW 104 എന്ന് പറയുന്ന ഒറ്റ ഒരു സംഭവമേ ഉള്ളൂ, പ്രാക്ടിക്കലേ വരുന്നുള്ളൂ. ഓക്കെ, ആൻഡ് അവിടെ നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കുള്ളത് 20 ഓറിയന്റേഷൻ വിസിറ്റ് ആയിരിക്കും. അതായത് നിങ്ങൾ 20 വ്യത്യസ്തമായിട്ടുള്ള സ്ഥാപനങ്ങൾ നിങ്ങൾ ചൂസ് ചെയ്യാം. ആൻഡ് ദറ്റ് ക്യാൻ ബി എന്താണ്, ഒരു ഓർഫനേജ് ആവാം, അല്ലെങ്കിൽ ഒരു ഡി അഡിക്ഷൻ സെന്റർ ആവാം, ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ ആവാം, അല്ലെങ്കിൽ ഒരു ഓൾഡ് ഏജ് ഹോം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു സൈക്കാട്രിക് സെറ്റിംഗ്സ് ലൈക്ക് മെന്റൽ ഹെൽത്ത് ഹോസ്പിറ്റൽ, അല്ലെങ്കിൽ നോർമൽ സെറ്റിംഗിൽ വരുന്ന മെഡിക്കൽ സെറ്റിംഗ്സ് ഹോസ്പിറ്റൽസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പം അങ്ങനെയുള്ള പല പല സോഷ്യൽ വർക്ക് റിലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഏജൻസികൾ, 20 വ്യത്യസ്ത ഏജൻസികൾ നിങ്ങൾ നോട്ട് ചെയ്യുക. 20 ഡിഫറെന്റ് ആയിട്ടുള്ള ഏജൻസികളിൽ നിങ്ങൾ വിസിറ്റ് ചെയ്തിട്ട് യു ഹാവ് ടു റൈറ്റ് എ റിപ്പോർട്ട്. ഓക്കെ, ആ റിപ്പോർട്ട് നിങ്ങൾ എഴുതേണ്ടത് ഫീൽഡ് വർക്ക് ജേർണലിലായിരിക്കണം. ആൻഡ് അതാണ് 20 എന്ത് വരുന്നത്, ഓറിയന്റേഷൻ വിസിറ്റ് വരുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മിച്ചം 5 വരുന്നുണ്ട് അല്ലെ, 25 ആണ് ടോട്ടൽ ഡേയ്സ്. സോ 20 ഓറിയന്റേഷൻ വിസിറ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കുള്ളത് 5 IC ആണ്, ഇൻഡിവിജ്വൽ കോൺഫറൻസ് എന്ന് പറയും. സോ ഇത് എപ്പോഴൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഇൻ ബിറ്റ്വീൻ ഈ പറയുന്ന 20 ഡേയ്സിന് ഇൻ ബിറ്റ്വീൻ നിങ്ങളിപ്പോ 5 സ്ഥലത്ത് അല്ലെങ്കിൽ 3 സ്ഥലത്ത് നിങ്ങൾ പോയി ഓറിയന്റേഷൻ വിസിറ്റ് നടത്തി, ദെൻ നിങ്ങൾ ബാക്ക് ടു നിങ്ങളുടെ സ്റ്റഡി സെന്ററിൽ പോവുക. അവിടെ നിങ്ങൾക്കൊരു ഫീൽഡ് വർക്ക് കോർഡിനേറ്റർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫീൽഡ് വർക്ക് സൂപ്പർവൈസർ നിങ്ങൾക്ക് അവിടെ കാണും. സോ നിങ്ങൾക്ക് ആളായിട്ട് ഒരു മീറ്റിംഗ് കാണും. ആൻഡ് ആളായിട്ട് മീറ്റിംഗ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ മനസ്സിലായി, ഓക്കെ, നിങ്ങൾ എന്തൊക്കെയാണ് അവിടെ ലേൺ ചെയ്തത്, നിങ്ങളുടെ ഇൻസൈറ്റ്സും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് നിങ്ങൾ അഗെയിൻ ദറ്റ് എന്താ നിങ്ങൾ റിപ്പോർട്ട് എഴുതണം. അതിനെയാണ് നമ്മൾ ഇൻഡിവിജ്വൽ കോൺഫറൻസ് എന്ന് പറയുന്നത്. സോ അതാണ് 20 + 5 25 വരുന്നത്. അപ്പോൾ ഈ ഫീൽഡ് വർക്കിനെ കുറിച്ചൊക്കെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ വേണ്ടി നിങ്ങൾക്ക് ഇപ്പോൾ അഡ്മിഷന്റെ ഒക്കെ ഏകദേശം സൈക്കിൾ ക്ലോസ് ചെയ്യുമ്പോൾ ഇപ്പൊ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. സോ ഒരു 2, 3, 4 months ഒക്കെ കഴിയുമ്പോൾ നിങ്ങളുടെ സ്റ്റഡി സെന്ററിൽ നിങ്ങൾക്ക് ഒരു മെയിൽ വരും. സ്റ്റഡി സെന്ററിൽ നിന്ന് നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ ഒരു ദിവസം നിങ്ങളുടെ സ്റ്റഡി സെന്ററിൽ റിഗാർഡിംഗ് ദിസ് പ്രാക്ടിക്കൽ ആൻഡ് അസൈൻമെന്റ്സ് നിങ്ങൾക്ക് ഒരു ഇൻഡക്ഷൻ മീറ്റിംഗ്, ഓക്കെ, ഓഫ്ലൈൻ സെഷൻ കണ്ടക്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു മെയിൽ വരും. സോ നിങ്ങൾ അത് റെഗുലർലി ചെക്ക് ചെയ്യുക നിങ്ങളുടെ മെയിൽ. അങ്ങനെ നിങ്ങൾക്ക് മെയിൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മസ്റ്റ് ആയിട്ടും നിങ്ങളുടെ ഇൻഡക്ഷൻ മീറ്റിംഗ് നിങ്ങൾ എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക. ബിക്കോസ് അത് അറ്റൻഡ് ചെയ്തിട്ട് അവർ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ പറയുന്ന ഫീൽഡ് വർക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. സോ ചിലപ്പോൾ നിങ്ങൾ അത് മിസ് ഔട്ട് ആയി പോവാം. അപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് ഡിലേ വരാം ഫീൽഡ് വർക്ക് ചെയ്യുന്നതിൽ. ഓക്കെ, സോ നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യുക, നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ്. കാരണം സ്റ്റഡി സെന്റർ നിങ്ങൾക്കാണ് ഡയറക്ട്ലി മെയിൽ അയക്കുന്നത്. അപ്പൊ നിങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്കത് അറിയാൻ പറ്റില്ല. ഓക്കെ, കാരണം സോഷ്യൽ വർക്കേഴ്സിന് വേണ്ടി മാത്രമായിരിക്കും സെപ്പറേറ്റ് ഇൻഡക്ഷൻ മീറ്റിംഗ് ആയിരിക്കും അവർ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ അത് നോക്കണം. അപ്പോൾ നിങ്ങൾ അത് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത് ഫോളോ ചെയ്യുന്നുണ്ട് ഉണ്ടെന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, ഉറപ്പുവരുത്തുക. ഓക്കെ, സോ അതാണ് ഓറിയന്റേഷൻ വിസിറ്റ്. 20 days ഓഫ് ഓറിയന്റേഷൻ വിസിറ്റ് വരുന്നുണ്ട്, 5 days ഓഫ് എന്ത് വരുന്നുണ്ട്, IC വരുന്നുണ്ട്. അതാണ് നിങ്ങളുടെ ഫസ്റ്റ് ഇയറിലെ പ്രാക്ടിക്കൽസ് വരുന്നത്.
ആൻഡ് ഓൾസോ ആഫ്റ്റർ എവറി എന്താണ് ഓറിയന്റേഷൻ വിസിറ്റ് നിങ്ങൾ നിങ്ങളുടെ ഫീൽഡ് വർക്ക് ജേർണലിൽ നിങ്ങൾ എന്ത് എഴുതണം, റിപ്പോർട്ടും നിങ്ങൾ എഴുതണം. ഓക്കെ, ചുമ്മാ പോയി നിങ്ങൾ വിസിറ്റ് ചെയ്യാന്നുള്ളതല്ല, നിങ്ങൾ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് നിങ്ങളുടെ ഫീൽഡ് വർക്ക് ജേർണലിൽ നിങ്ങൾ റിപ്പോർട്ട് എഴുതണം. ആൻഡ് അവിടെ പോയിട്ട് എന്തൊക്കെ ചോദിക്കണം എന്നുള്ളതിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് കാണും. സോ നിങ്ങൾ അവിടെ പോയിട്ട് മെയിൻ ആയിട്ട് ആ ഒരു പെർട്ടിക്കുലർ ഏജൻസി എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്, അതിന്റെ ഹിസ്റ്ററീസും കാര്യങ്ങളും നോക്കുക, അവിടെ ആരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, അതിന്റെ ഹൈറാർക്കീസ് ഒക്കെ എങ്ങനെയാണ് വരുന്നത്, അതിൽ അവരവിടെ ചെയ്യുന്ന പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകൾ എന്തൊക്കെയാണ്, അവിടെ ഓരോ ആളുകളും ചെയ്യുന്ന ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ്, അങ്ങനെയുള്ള ഒരു ഓവറോൾ ആ ഒരു ഏജൻസിനെ കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ ആണ് നിങ്ങൾക്ക് കിട്ടേണ്ടത്. സോ എത്രയും വേഗം നിങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്യുന്നു അത്രയും നിങ്ങൾക്ക് നല്ലതായിരിക്കും. നിങ്ങൾക്ക് ആ ഒരു ബേർഡൻ നിങ്ങൾക്ക് കുറഞ്ഞു കിട്ടും. കാരണം പിന്നെ നിങ്ങൾക്ക് അസൈൻമെന്റ്സും എക്സാംസും ഒക്കെ വരും. സോ ബിഫോർ ദാറ്റ് ഈ പറഞ്ഞ ഫീൽഡ് വർക്ക് അല്ലെങ്കിൽ ഓറിയന്റേഷൻ വിസിറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ഉറപ്പുവരുത്തുക. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ഓറിയന്റേഷൻ വിസിറ്റ്. ഇനി നമുക്ക് നെക്സ്റ്റ് പേപ്പർ എന്ന് പറയുന്നത് BEVAE 181 എൻവിയോൺമെന്റൽ സ്റ്റഡീസ് എന്ന് പറയുന്ന പേപ്പറാണ് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ആൻഡ് അതെന്ന് പറയുന്നത് എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സിൽ വരുന്നതാണ്. ഒരെണ്ണമാണ് നിങ്ങൾക്ക് ഇതിൽ വരുന്നത്. അപ്പോൾ അതിലെന്ന് പറയുമ്പോഴത്തേക്ക് 4 ബ്ലോക്ക് ആണ് വരുന്നത്. എൻവിയോൺമെന്റൽ സ്റ്റഡീസ് എന്ന് പറയുമ്പോഴേ നമുക്കറിയാം എൻവിയോൺമെന്റൽ റിലേറ്റഡ് ആയിട്ട് പഠിക്കുന്ന ഒരു പേപ്പർ ആണ്. ഇത് ഈ പറഞ്ഞതുപോലെ നമുക്ക് എന്താണ് ഈ ഒരു പേപ്പറിന്റെ മറ്റൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, MCQ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഇതിലുള്ളത്. അപ്പൊ നിങ്ങളുടെ ഇത്രയും 6 പേപ്പേഴ്സ് എടുക്കുമ്പോൾ അതിൽ ബാക്കിയുള്ള 5 പേപ്പർ എന്ന് പറയുമ്പോൾ ഡിസ്ക്രിപ്റ്റീവ് ആണ്. നിങ്ങൾ അവിടെ എസ്സേസും ഷോർട്ട് നോട്ട്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതണ്ടേ. ബട്ട് ഇവിടെ നമ്മൾ BEVAE 181 എന്ന് പറഞ്ഞ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ എന്താണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ്. നിങ്ങൾക്ക് ഒരു 50 ക്വസ്റ്റ്യൻസ് കാണും. ആൻഡ് ഓരോ ക്വസ്റ്റ്യന്റെ അണ്ടറിലും നിങ്ങൾക്ക് 4 ഓപ്ഷൻസ് കാണും. ഔട്ട് ഓഫ് 4 ഓപ്ഷൻസ് നിങ്ങൾ ഒരെണ്ണം എന്ത് ചെയ്യുക, പിക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ അങ്ങനെ ഓപ്ഷൻസ് വെച്ചിട്ടുള്ള MCQ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് എൻവിയോൺമെന്റൽ സ്റ്റഡീസിൽ വരുന്നത്. സോ അങ്ങനെ വിചാരിച്ചിട്ട് വേണം നിങ്ങൾ ഈ ഒരു പേപ്പറിനെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇതിൽ 4 ബ്ലോക്സ് വരുന്നുണ്ട്. ബ്ലോക്ക് 1 എന്ന് പറയുമ്പോൾ ഇൻട്രൊഡക്ഷൻ ടു എൻവിയോൺമെന്റ് ആൻഡ് എൻവിയോൺമെന്റൽ സ്റ്റഡീസ്. എന്താണ് ഒരു എക്കോസിസ്റ്റം, എന്താണ്, എങ്ങനെയൊക്കെയാണ് എക്കോസിസ്റ്റംസും കാര്യങ്ങളും വരുന്നത്, അപ്പൊ അങ്ങനെയൊക്കെയാണ് ബ്ലോക്ക് 1 നമ്മൾ ഡീൽ ചെയ്യുന്നത്. ദെൻ കമ്മിങ് ടു ബ്ലോക്ക് 2 നാച്ചുറൽ റിസോഴ്സുകളാണ്. നമുക്ക് നെക്സ്റ്റ് സ്ലൈഡ്സിൽ അതിന്റെ അണ്ടറിൽ എന്തൊക്കെ വരുന്നത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അടുത്ത ബ്ലോക്ക് എൻവിയോൺമെന്റൽ ഇഷ്യൂസ് ആൻഡ് കൺസേൺസ് ആണ്, ബ്ലോക്ക് 3. ദെൻ ബ്ലോക്ക് 4 പ്രൊട്ടക്ടിങ് അവർ എൻവിയോൺമെന്റ് പോളിസീസ് ആൻഡ് പ്രാക്ടീസസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്, 4 ബ്ലോക്കാണ് ഇതിൽ മെയിൻ ആയിട്ടുള്ളത്. ദെൻ കമ്മിങ് ടു ബ്ലോക്ക് 1 അവിടെ 3 യൂണിറ്റുകൾ പഠിക്കാനുണ്ട്. അവർ എൻവിയോൺമെന്റ്, എൻവിയോൺമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, എങ്ങനെയൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എൻവിയോൺമെന്റ് എങ്ങനെ വരുന്നുണ്ട്. ഓക്കെ, ദെൻ എക്കോസിസ്റ്റം എന്താ നിങ്ങൾ പഠിക്കുന്നുണ്ട്. എഗെയിൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എക്കോസിസ്റ്റം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് യൂണിറ്റ് 2 പഠിക്കുന്നത്. യൂണിറ്റ് 3 എന്ന് പറയുമ്പോൾ മേജർ ആയിട്ടുള്ള എക്കോസിസ്റ്റംസ് എന്തൊക്കെയാണ്, ഡെഫിനിഷൻസ് ഓഫ് എക്കോസിസ്റ്റം, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എക്കോസിസ്റ്റം, അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് യൂണിറ്റ് 3 നമ്മൾ ഗോ ത്രൂ ചെയ്യുന്നത്. ആൻഡ് ബ്ലോക്ക് 2 എന്ന് പറയുമ്പോൾ നാച്ചുറൽ റിസോഴ്സുകളാണ്. ഇപ്പൊ നമുക്ക് നമ്മുടെ ചുറ്റും നോക്കിയാൽ കുറെ റിസോഴ്സുകൾ നമ്മുടെ ചുറ്റിനുണ്ട് അല്ലെ. അപ്പം ഇതൊക്കെ നമ്മൾ ഡെയിലി ബേസിസിൽ കാണുന്നു എന്നല്ലാതെ നമുക്ക് ചിലപ്പോൾ ഈ ഡീറ്റെയിൽ ആയിട്ട് അതിനെ കുറിച്ചൊന്നും അറിയില്ലായിരിക്കും. ഹ്യൂമൻ ബീങ് നമ്മൾ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും അവെയർ ആയിരിക്കണം അല്ലെ. അപ്പൊ യൂണിറ്റ് 4 എന്ന് പറയുന്നത് ലാൻഡ് ആൻഡ് വാട്ടർ റിസോഴ്സിനെ കുറിച്ച് പറയുന്നതാണ്. യൂണിറ്റ് 5 എന്ന് പറയുമ്പോൾ ഫോറസ്റ്റ് റിസോഴ്സ് ആണ്. ഫോറസ്റ്റ് റിസോഴ്സിന്റെ ഉള്ളിൽ എന്തൊക്കെയാണ് വരുന്നത്, എഗെയിൻ അതിന്റെ ഡിഫറെന്റ് ടൈപ്സ് എന്തൊക്കെയാണ്, അതിന്റെ പെക്യുലാരിറ്റീസ്, ക്യാരക്ടറിസ്റ്റിക്സ്, ഇതൊക്കെയാണ് പഠിക്കാനുള്ളത്. അതുപോലെ തന്നെയാണ് ബയോഡൈവേഴ്സിറ്റി, വാല്യൂസ് ആൻഡ് സർവീസസ്. ബയോഡൈവേഴ്സിറ്റി ഡെഫിനേഷൻ വരുന്നുണ്ട്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബയോഡൈവേഴ്സിറ്റി, അതിന്റെ വാല്യൂസ് എന്താണ്, അവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകൾ എന്താണെന്നുള്ളതുണ്ട്. ദെൻ യൂണിറ്റ് 7 എനർജി റിസോഴ്സ്. ഇപ്പൊ നമ്മൾ നോക്കിയാൽ നമ്മുടെ ചുറ്റിനും പലതരത്തിലുള്ള എനർജി ഉണ്ട് അല്ലെ. ഹീറ്റ് എനർജി, അല്ലെങ്കിൽ എന്താണ് ടൈഡൽ എനർജി, ജിയോ തെർമൽ എനർജി, അപ്പൊ അങ്ങനെയുള്ള എനർജി റിസോഴ്സുകൾ നമ്മുടെ ചുറ്റിനും എങ്ങനെയാണ് വരുന്നത്, ഏതൊക്കെ കൈൻഡ് ഓഫ് എനർജികൾ ഉണ്ട്, ഇതിനെയൊക്കെ നമുക്ക് എങ്ങനെ സേവ് ചെയ്യാം, അതൊക്കെയാണ് യൂണിറ്റ് 7 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് കമ്മിങ് ടു ബ്ലോക്ക് 3 എൻവിയോൺമെന്റൽ ഇഷ്യൂസ് ആൻഡ് കൺസേൺസ്. സോ ബ്ലോക്ക് 2 വരെ നമ്മൾ എൻവിയോൺമെന്റിനെ കുറിച്ച് നല്ല രീതിയിൽ പഠിക്കുകയാണ്, ഡീപ്പായിട്ട് പഠിക്കുകയാണ്. അപ്പം അവിടെ നമ്മൾ കാണുന്നത് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ചുറ്റും നടക്കുന്നത് എന്നുള്ളതാണ്. ദെൻ ബ്ലോക്ക് 3 എന്ന് പറയുമ്പോൾ അതിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, നമ്മൾ എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ് എൻവിയോൺമെന്റൽ ഇഷ്യൂസ്, കൺസേൺസ് അല്ലെ. നമ്മുടെ ചുറ്റിനുള്ള കുറെ കാര്യങ്ങൾ, ബയോഡൈവേഴ്സിറ്റീസ് ആയിക്കോട്ടെ, എക്കോസിസ്റ്റം ആയിക്കോട്ടെ, അതൊക്കെ ഇങ്ങനെ ദിനംപ്രതി നശിച്ചു തരികയാണ്. സോ അതിനെ നമുക്ക് എങ്ങനെ കൺസേർവ് ചെയ്യാം, അത് നമ്മുടെ എക്കോസിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ ബയോഡൈവേഴ്സിറ്റി ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ്, അതാണ് യൂണിറ്റ് 8 വരുന്നത്. യൂണിറ്റ് 9 നോക്കുമ്പോഴത്തേക്കും എൻവിയോൺമെന്റൽ പൊല്യൂഷൻ, ഏതൊക്കെ ടൈപ്സ് ഓഫ് എൻവിയോൺമെന്റൽ പൊല്യൂഷൻ ഉണ്ട്, എൻവിയോൺമെന്റൽ പൊല്യൂഷനെ കോസ് ചെയ്യുന്ന ഹസാർഡ്സ് എന്തൊക്കെയാണെന്നുള്ളത് യൂണിറ്റ് 9 പഠിക്കുന്നുണ്ട്.
യൂണിറ്റ് 10 ഇത് എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടെന്ന് പഠിക്കുന്നു, അതിനെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം. ഈ പറയുന്ന വേസ്റ്റ് ജനറേറ്റ് ചെയ്ത് വരുമ്പോഴാണല്ലോ നമ്മളുടെ എൻവയോൺമെന്റ് പൊല്യൂട്ട് ആവുന്നത്. അപ്പം ഈ പറയുന്ന വേസ്റ്റിനെയൊക്കെ നമുക്ക് എങ്ങനെ പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യാം, എവിടെ കൊണ്ട് നമുക്ക് വേസ്റ്റ് ഡംപ് ചെയ്യാം, ഏതൊക്കെ മെത്തേഡ്സ് നമുക്ക് യൂസ് ചെയ്യാം ഈ പറയുന്ന വേസ്റ്റ് മാനേജ്മെന്റിൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ യൂണിറ്റ് 10 വരുന്നുണ്ട്. ദെൻ യൂണിറ്റ് 11 വരുമ്പോൾ ഗ്ലോബൽ ആയിട്ട് നമ്മൾ ഫേസ് ചെയ്യുന്ന എൻവയോൺമെന്റൽ പ്രോബ്ലംസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ യൂണിറ്റ് 11 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് ബ്ലോക്ക് 4 എടുത്താൽ നമുക്ക് ഈ പറയുന്ന എൻവയോൺമെന്റൽ ഇഷ്യൂസ് നമ്മൾ നേരിടുന്നു. അപ്പൊ ഇതിനെയൊക്കെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ നമുക്ക് എന്താണ് എന്തെങ്കിലും പെർട്ടിക്കുലർ ലോ, പോളിസീസ്, പ്രാക്ടീസസ് ഇതൊക്കെ ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ബ്ലോക്ക് 4. ആൻഡ് യൂണിറ്റ് 12 എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ തരത്തിലുള്ള ലോസും കാര്യങ്ങളും ലെജിസ്ലേഷൻ ആണ് നമ്മൾ പഠിക്കുന്നത്. ആൻഡ് യൂണിറ്റ് 3 ഹ്യൂമൻ കമ്മ്യൂണിറ്റീസ് ആൻഡ് എൻവയോൺമെന്റ് പഠിക്കുന്നുണ്ട്. യൂണിറ്റ് 14 നമ്മൾ എൻവയോൺമെന്റിന്റെ എത്തിക്സും കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഇത്രയും ബ്ലോക്സ് ആയിരിക്കും, 4 ബ്ലോക്സ് ആയിരിക്കും നമ്മൾ എൻവയോൺമെന്റൽ സ്റ്റഡീസിൽ പഠിക്കുന്നത്. നോട്ട് ചെയ്യുക, എൻവയോൺമെന്റൽ സ്റ്റഡീസ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്സ് ഓഫ് MCQ വരുന്ന എന്താണ് ഒരു പേപ്പറാണ്, ഒരേ ഒരു പേപ്പറാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എൻവയോൺമെന്റൽ സ്റ്റഡീസ് എന്നുള്ളത്. സോ നിങ്ങൾ ഇത് എത്ര നന്നായിട്ട് പഠിക്കുന്നു അത്രയും നന്നായിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പർ കൂടിയാണ് BEVAE 181 എന്ന് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് BEDSV 101 വാല്യൂ എഡ്യൂക്കേഷൻ ആണ്. അതിൽ നിങ്ങൾക്ക് 5 പേപ്പേഴ്സ് ആണ് നമ്മൾ ജനറേറ്റ് ചെയ്യേണ്ട വാല്യൂസ് എന്തൊക്കെയാണ്, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ഫ്രെയിം വർക്ക് തരിക, അതിനെക്കുറിച്ച് നിങ്ങളെ ഒന്ന് ഇതാക്കുക എന്നുള്ള രീതിയിലാണ് നമുക്ക് വാല്യൂ എഡ്യൂക്കേഷന്റെ പേപ്പർ വരുന്നത്. അതിൽ 5 ബ്ലോക്സ് വരുന്നുണ്ട്. ബ്ലോക്ക് 1 കോൺസെപ്റ്റുവൽ ഫ്രെയിം വർക്ക്, ബ്ലോക്ക് 2 ചേഞ്ചിങ് കൾച്ചർ ആൻഡ് ഹ്യൂമൻ വാല്യൂസ്, ബ്ലോക്ക് 3 തിയററ്റിക്കൽ ഫൗണ്ടേഷൻസ്, ബ്ലോക്ക് 4 സോഷ്യൽ ഡൈനാമിക്സ് ആൻഡ് വാല്യൂ ഡെവലപ്മെന്റ്, ആൻഡ് ബ്ലോക്ക് 5 സോഷ്യൽ ലിങ്കേജസ്. ഓക്കെ, ഇതിൽ ബ്ലോക്ക് 1 എന്ന് പറയുമ്പോഴത്തേക്കും യൂണിറ്റ് 1 സോഷ്യൽ ലൈഫ്സ് ആൻഡ് ദ നീഡ് ഫോർ വാല്യൂ എഡ്യൂക്കേഷൻ ആണ്. നമ്മുടെ ചുറ്റിനും കുറെ സഫർ ചെയ്യുന്ന അല്ലെങ്കിൽ കുറെ ദുരിതങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. സോ അതെന്താണ്, അവിടെ വാല്യൂ എഡ്യൂക്കേഷന്റെ ഒരു നീഡ് എന്താന്ന് നോക്കുന്നുണ്ട്. ആൻഡ് മൊറാലിറ്റി അല്ലെങ്കിൽ മോറൽ എഡ്യൂക്കേഷൻ എന്താണ്, അതിന്റെ കോൺസെപ്റ്റുകളാണ് യൂണിറ്റ് 2 ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് യൂണിറ്റ് 3 പറയുന്ന മൊറാലിറ്റിയുടെ തന്നെ ഏതൊക്കെ ഡൈമെൻഷൻസ് ഉണ്ട്, ഓക്കെ, ഏതൊക്കെ ഡൈമെൻഷൻസ് ആണ് മൊറാലിറ്റിക്ക് വരുന്നത് എന്നുള്ളതാണ് യൂണിറ്റ് 3 ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ യൂണിറ്റ് 4 എന്ന് പറയുമ്പോഴത്തേക്കും ഡെമോക്രസിക്ക് വേണ്ടിയിട്ടുള്ള പില്ലേഴ്സ് എന്തൊക്കെയാണ്, ഓക്കെ, ഹാർമണി, പീസ് പോലുള്ള കാര്യങ്ങൾ നമ്മൾ യൂണിറ്റ് 4 നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആൻഡ് കമ്മിങ് ടു ബ്ലോക്ക് 2 വിച്ച് ഈസ് ചേഞ്ച് കൾച്ചർ ആൻഡ് ഹ്യൂമൻ വാല്യൂസ്, അവിടെ നമ്മൾ ഇന്ത്യൻ കൾച്ചറും അവിടെ നമ്മൾ ഫോളോ ചെയ്യുന്ന ഹ്യൂമൻ വാല്യൂസ് എന്താണെന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. ആൻഡ് ഓൾസോ ഇന്ത്യൻ ഫിലോസഫിയിൽ എൻറിച്ച്ഡ് ആയിട്ട് നിൽക്കുന്ന വാല്യൂസ് എന്തൊക്കെയാണ്, അത് എന്തൊക്കെ തരത്തിലുള്ള വാല്യൂസ് ആണ് ഇന്ത്യൻ ഫിലോസഫിയിൽ ഫോളോ ചെയ്യുന്നത്. യൂണിറ്റ് 3 നമ്മൾ പഠിക്കുന്നത് ഇന്ത്യൻ സൊസൈറ്റിയിലുള്ള കൾച്ചറൽ പ്ലൂറലിസം. നോക്കിയാൽ നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഡിഫറെന്റ് കൾച്ചറുള്ള ആളുകളാണ്, അല്ലെങ്കിൽ ഓരോ സ്ഥലത്ത് നോക്കിയാൽ ഡിഫറെന്റ് കൾച്ചേഴ്സ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. സോ ആ ഒരു പ്ലൂറലിസം ആണ് നമ്മൾ യൂണിറ്റ് 3 ഡീൽ ചെയ്യുന്നത്. ആൻഡ് യൂണിറ്റ് 4 നോക്കുന്നത് നമുക്ക് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഡെവലപ്മെന്റ് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട വാല്യൂസ് എന്തൊക്കെയാണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വാല്യൂസ് ആണ് നമ്മൾ യൂണിറ്റ് 4 നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആൻഡ് കമ്മിങ് ടു ബ്ലോക്ക് 3 തിയററ്റിക്കൽ ഫൗണ്ടേഷൻസ്, അവിടെ തിയറീസ്, പല തിയറീസ് നമ്മൾ പഠിക്കുന്നുണ്ട്. യൂണിറ്റ് 1 പഠിക്കുന്ന തിയറി ഓഫ് ഗുഡ്നെസ് ആണ്. ആൻഡ് യൂണിറ്റ് 2 പഠിക്കുന്നത് തിയറീസ് ഓഫ് കോണ്ടാക്ട് ആണ്. യൂണിറ്റ് 3 നമ്മൾ പഠിക്കുന്നത് റീസൺ ആൻഡ് ഇമോഷൻസ് എന്ന് പറയുന്നതാണ്. ആൻഡ് യൂണിറ്റ് 4 നമ്മൾ പഠിക്കുന്നത് ക്യാരക്ടർ ആൻഡ് പേഴ്സണാലിറ്റി. സോ ഇത്രയും ടോപ്പിക്സുകളാണ് നമ്മൾ ബ്ലോക്ക് 3 നമ്മൾ കവർ ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് ബ്ലോക്ക് 4 ആണ്. ആൻഡ് അവിടെ നമ്മൾ പഠിക്കുന്നത് സോഷ്യൽ ഡൈനാമിക്സ്, നമ്മുടെ ചുറ്റിനുമുള്ള സോഷ്യൽ സൊസൈറ്റിയിൽ നമുക്കറിയാം പല പല ആളുകളുണ്ട്. സോ അവിടെ ഉണ്ടാവുന്ന ഡൈനാമിക്സ് എന്താണ്, അവിടെ നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ട വാല്യൂ എന്താണെന്നുള്ളതാണ് ബ്ലോക്ക് 4 ഗോ ത്രൂ ചെയ്യുന്നത്. പ്രോസസ് ഓഫ് സോഷ്യലൈസേഷൻ, അതുപോലെ തന്നെ സോഷ്യൽ ഇന്ററാക്ഷൻ ആസ് എ ഹ്യൂമൻ ബീങ്, ദറ്റ് നമുക്ക് ഒരിക്കലും ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ല, നമ്മുടെ ചുറ്റിനുള്ള ആളുകളായിട്ട് നമ്മൾ എപ്പോഴും ഇന്റർ കണക്റ്റഡ് ആയിരിക്കും അല്ലെ. സോ അങ്ങനെ നമ്മളുടെ സോഷ്യൽ ഇന്ററാക്ഷൻസ്, നമ്മൾ അങ്ങോട്ടേക്ക് കൈമാറേണ്ട വാല്യൂസ്, ഹ്യൂമൻ വാല്യൂസ് എന്തൊക്കെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, അത് പഠിക്കുന്നുണ്ട് യൂണിറ്റ് 2 ആൻഡ് ഓൾസോ യൂണിറ്റ് 3 കോൺഫ്ലിക്റ്റ് ആൻഡ് റെസൊല്യൂഷൻ അല്ലെ. നമുക്കിപ്പോ ഒരാളായിട്ട് എപ്പോഴും നമ്മൾ നല്ല രീതിയിൽ മാത്രമല്ല പോകുന്നത്, ആസ് എ ഹ്യൂമൻ ബീങ്, ആസ് എ ഗ്രൂപ്പ് അല്ലെങ്കിൽ ആസ് എ കമ്മ്യൂണിറ്റി, ആസ് എ സൊസൈറ്റി നമ്മുടെ ഇടയിൽ കോൺഫ്ലിക്റ്റുകളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ആ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും മാത്രമല്ല അതിന്റെ സൊല്യൂഷൻ വേണം. സോ കോൺഫ്ലിക്റ്റ് ആൻഡ് റെസൊല്യൂഷൻ അതിന്റെ വാല്യൂസ് പഠിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ ഹ്യൂമൻ അഡ്ജസ്റ്റ്മെന്റിന്റെ പ്രോസസ് എന്താണ്, അതാണ് നമ്മൾ യൂണിറ്റ് 4 ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് കമ്മിങ് ടു ബ്ലോക്ക് 5 വിച്ച് ഈസ് സോഷ്യൽ ലിങ്കേജസ്, നമുക്ക് പല പല സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മുടെ ചുറ്റിനും റൺ ചെയ്യുന്നുണ്ട്. ലൈക് ഫാമിലി ആയിക്കോട്ടെ, നെയ്ബർഹുഡ് ആയിക്കോട്ടെ, ഇതൊക്കെ എന്ന് പറയുന്നത് എന്താണ്, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെ.
അപ്പം അവിടെ നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ട വാല്യൂ ഡെവലപ്മെന്റ് എങ്ങനെയാണ് അവിടെ നടക്കേണ്ടത് എന്നുള്ളത് യൂണിറ്റ് 1 ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ കമ്മിങ് ടു സ്കൂൾ ആൻഡ് പിയർ, നമ്മൾ ആസ് എ ചൈൽഡ് നമ്മൾ എങ്ങനെയാണ് ഇത് സോഷ്യൽ ലിങ്കേജ് ക്രിയേറ്റ് ചെയ്യുന്നത് ത്രൂ സ്കൂൾ ആണ് അല്ലെ, അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ട്ഷിപ്പ് ത്രൂ ആണ് നമ്മൾ ആ ഒരു സൊസൈറ്റിയിലേക്ക് ലിങ്കേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത് ഔട്ട് ഓഫ് അവർ ഹോം. അപ്പം അവിടെ അങ്ങനെ ആ ഒരു സ്കൂൾ ആൻഡ് പിയേഴ്സിന്റെ ഇടയ്ക്ക് കുട്ടികളുടെ ഇടയ്ക്ക് എങ്ങനെയാണ് സോഷ്യൽ ലിങ്കേജ് വരുന്നത് എന്ന് പഠിക്കുന്നുണ്ട്. ദെൻ ഈ പറയുന്ന സോഷ്യൽ ലിങ്കേജസിൽ പേരൻസിനുള്ള റോൾ എന്താണ് എന്നുള്ളതാണ് യൂണിറ്റ് 3 ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ലാസ്റ്റ് യൂണിറ്റ് വിച്ച് ഈസ് ഇൻഫ്ലുവൻസ് ഓഫ് മീഡിയ ഓൺ വാല്യൂ ഡെവലപ്മെന്റ്. ഇപ്പൊ നമ്മൾ നോക്കിയാൽ നമുക്കറിയാം, നമുക്ക് എന്താണ് മീഡിയ, അല്ലെങ്കിൽ മീഡിയയിൽ നമുക്കുള്ള ഒരു ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് വിച്ച് ഈസ് വെരി ഹൈ. സോ അപ്പൊ അങ്ങനെ നമുക്ക് നമ്മുടെ വാല്യൂ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മീഡിയ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, ആ ഒരു മീഡിയയുടെ ഇൻഫ്ലുവൻസ് ആണ് നമ്മൾ യൂണിറ്റ് 4 ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഇത്രയും നമ്മളുടെ ബ്ലോക്സുകളാണ് വാല്യൂ എഡ്യൂക്കേഷനിൽ വരുന്നത്. ആൻഡ് ഇതൊക്കെയാണ് നമുക്ക് മെയിൻ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള 3 പേപ്പേഴ്സ്. ബാക്കിയുള്ള 3 എന്ന് പറയുന്നത് നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഇലക്ടീവ്സ് ആണ്. സോ അതിന്റെ ഡീറ്റെയിൽസ് നമ്മളിവിടെ പറയുന്നില്ല. ജസ്റ്റ് നമ്മൾ ആ ഒരു ഔട്ട്ലൈൻ ആണ് നമ്മൾ ഫസ്റ്റ് കണ്ടിട്ടുള്ളത്. ഓക്കെ, ബിക്കോസ് ഇപ്പൊ നിങ്ങൾ ഏതൊക്കെയാണ് ചൂസ് ചെയ്തിട്ടുള്ളത് നമുക്ക് അറിയില്ല. പലരും ഒത്തിരി ഇലക്ടീവ്സ് ഉണ്ട്, കുറെ ഇലക്ടീവ്സ് നമുക്ക് ഓരോത്തിന്റെ അണ്ടറിൽ വരുന്നുണ്ട്. സോ അതുകൊണ്ട് നമ്മളിപ്പോ മെയിൻ പേപ്പേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഇനി നമുക്ക് നെക്സ്റ്റ് ഇപ്പൊ നിങ്ങൾ അത്യാവശ്യം നിങ്ങൾക്ക് പഠിക്കാനുള്ള പേപ്പേഴ്സ് എന്തൊക്കെയാണ്, മെയിൻ പേപ്പറിന്റെ ഉള്ളിൽ വരുന്ന ബ്ലോക്കുകൾ എന്തൊക്കെയാണ്, യൂണിറ്റുകൾ എന്തൊക്കെയാണ് നമ്മൾ കണ്ടു. ഇനിയിപ്പൊ നിങ്ങൾക്ക് നമ്മൾ പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അക്കാഡമിക് ടൈം ടേബിൾ റോൾ ഔട്ട് ആണ്. അതായത് എങ്ങനെയാണ് നിങ്ങൾ ഇനിയും തൊട്ട് പഠിക്കേണ്ടത്, നിങ്ങൾക്ക് ഇന്ന സമയത്ത് ഇന്ന സബ്ജക്ട് പഠിച്ചു തീർക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്ത് തരുന്നുണ്ട്. സോ അതായിരിക്കും നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇവിടെ കാണാം ടൈം ടേബിൾ ഫോർ BFSW Jan 25 ബാച്ച്. സോ നിങ്ങൾ നമ്മുടെ ഓൺബോർഡിംഗ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ലൈക്ക് എന്നാണ് നമ്മൾ പഠിച്ചു തുടങ്ങേണ്ടത്, എപ്പോഴാണ് ടൈം ടേബിൾ ഒക്കെ കൈ കിട്ടാന്നുള്ളത്. സോ ഇന്ന് നമ്മൾ ഇപ്പൊ ടൈം ടേബിൾ ലോഞ്ച് ചെയ്യാണ്. യു ക്യാൻ സി ഇവിടെ നമ്മൾ 3rd ഫെബ്രുവരി, ഓക്കെ, ഫെബ്രുവരി 3-നാണ് നിങ്ങൾ പ്രോപ്പർ ആയിട്ടും നിങ്ങളെ സ്റ്റഡീസ് ഒക്കെ എന്ത് ചെയ്യേണ്ടത്, സ്റ്റാർട്ട് ചെയ്യേണ്ടത് അക്കോർഡിംഗ് ടു നമ്മുടെ ടൈം ടേബിൾ വെച്ചിട്ട്. ഓക്കെ, അപ്പൊ ഇതിനുള്ളിൽ ചിലപ്പോൾ കുറച്ച് പേരൊക്കെ നമുക്ക് നേരത്തെ അഡ്മിഷൻ ഒക്കെ എടുത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിലും കുറച്ച് ക്ലാസ്സസ് കണ്ടവരുണ്ടായിരിക്കും. ആൻഡ് നിങ്ങൾക്ക് നാളെ കാണല് അല്ലെ നാളെ ഇത് കാണല് എന്നൊന്നുമല്ല, നമ്മുടെ ടൈം ടേബിൾ അനുസരിച്ചിട്ട് എങ്ങനെയാണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് ലൈവ് സെഷൻസും കാര്യങ്ങളും വരുന്നത് എന്നൊക്കെ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ടൈം ടേബിൾ എന്ത് ചെയ്യുന്നത് നമ്മൾ ലോഞ്ച് ചെയ്യുന്നത്. സോ 3rd ഫെബ്രുവരി തൊട്ട് നിങ്ങൾ മാക്സിമം നിങ്ങൾ ഈ പറയുന്ന ടൈം ടേബിൾ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാൻ വേണ്ടി നോക്കാം. കാരണം നമ്മളുടെ ഈ പറയുന്ന നേരത്തെ പറഞ്ഞിട്ടുള്ള ഓരോ സബ്ജക്റ്റുകൾ എടുക്കുമ്പോഴും നമ്മൾ പറഞ്ഞു ഓരോ ബ്ലോക്ക് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ടെന്നല്ലേ. അപ്പൊ സോ ഓരോ പെർട്ടിക്കുലർ ബ്ലോക്ക് കഴിയുമ്പോൾ അല്ലെങ്കിൽ ലാസ്റ്റ് ആ പറയുന്ന ആ ഒരു സബ്ജക്റ്റിന്റെ എൻഡിൽ നമ്മൾ ലൈവ് സെഷൻസ് പ്രൊവൈഡ് ചെയ്യും. സോ നിങ്ങൾ ഈ പറയുന്ന ടൈം ടേബിൾ വെച്ചിട്ടല്ല നിങ്ങൾ പഠിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ലൈവ് വരുമ്പോൾ അത് അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊന്നും മനസ്സിലാവത്തില്ല. ഓക്കെ, ഇപ്പൊ ഈ പറഞ്ഞ ടൈം ടേബിൾ യൂസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ദിവസം ഇന്ന പേപ്പർ പഠിക്കണം എന്ന് നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് പോവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈവിന് വരുമ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിരിക്കും. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സ് നോട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ആരാണോ എടുക്കുന്നത് ലൈവ് സെഷൻ എടുക്കുന്ന ആ ഫാക്കൽറ്റിനോടോ അല്ലെങ്കിൽ മെന്ററിനോടോ നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ നിങ്ങൾ എപ്പോഴും ഈ പേപ്പറൊക്കെ നോക്കി കഴിഞ്ഞിട്ടായിരിക്കും ഡൗട്ട്സ് ഒക്കെ ചോദിക്കുന്നത്. അപ്പം അത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും. സോ ഈ ഒരു ടൈം ടേബിൾ അനുസരിച്ച് തന്നെ എന്ത് ചെയ്യാം, മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി നോക്കാം. സോ ഇവിടെ കാണുന്നത് പോലെ ഇപ്പൊ 3rd ഫെബ്രുവരി നിങ്ങൾ പഠിക്കേണ്ടത്, ഇപ്പൊ ഇവിടെ നമുക്ക് ടൈം കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം മോർണിംഗ് ഒരു ടൈം കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ നമുക്ക് ഇപ്പുറത്ത് ഈ പറയുന്ന റൈറ്റ് സൈഡിൽ 7:30 PM എന്ന് പറഞ്ഞിട്ട് ഈവനിങ് ഒരു ടൈം കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ വീട്ടിലിപ്പം വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സമയമുണ്ട് ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ടൈമിൽ വെച്ചിട്ട് അവർക്ക് ക്ലാസ്സസ് കാണാൻ വേണ്ടി പറ്റും. ലൈക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് മുന്നേയായിട്ട് ഈ പറയുന്ന സബ്ജക്ട് തീർക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ 7:30 ഒരു സബ്ജക്ട് തീർക്കാം. പക്ഷെ ഇപ്പൊ വർക്ക് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതെങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് അല്ലെ. അപ്പൊ നമ്മള് ഈ പറയുന്ന ടൈം ഡിവൈഡ് ചെയ്തത് നിങ്ങൾക്കൊരു ഈസിനെസിന് വേണ്ടിയിട്ടാണ്. പക്ഷെ ഇപ്പൊ വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് എല്ലാം കഴിഞ്ഞിട്ട് വൈകിട്ട് ഇപ്പൊ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് ഇപ്പൊ ഒരു 2-3 മണിക്കൂർ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന സബ്ജക്ട് ആ സമയത്തിനുള്ളിൽ തീർക്കാം. ഓക്കെ, ആ ടോപ്പിക്സ് നിങ്ങൾ കവർ ചെയ്യാന്നുള്ളതിനാണ് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഈ പറഞ്ഞ ടൈം ചിലപ്പോൾ എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ചിലർക്ക് രാവിലെ ആയിരിക്കും പഠിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ചിലവർക്ക് ചിലപ്പോൾ ഉച്ചയ്ക്ക് മാത്രമായിരിക്കും പറ്റുന്നത്, ചിലർക്ക് ഒരു ഈവനിങ് ടൈം അല്ലെങ്കിൽ നൈറ്റ് മാത്രമായിരിക്കും പറ്റുന്നത്. സോ നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിലെ ടോപ്പിക്സ് നിങ്ങൾ ആ പറയുന്ന കൃത്യം ആ ഒരു ദിവസം പഠിക്കാൻ പറ്റുക എന്ന് മാക്സിമം നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യുക.
ഈ പറയുന്ന സബ്ജക്ട് ഇപ്പം 3rd ഫെബ്രുവരിയിൽ നിങ്ങൾ പഠിക്കേണ്ടത് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഏതാണ്? ഇൻട്രൊഡക്ഷൻ ആണ്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇൻ ബിസിനസ് BCOS 183 എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ ഇൻട്രോ നിങ്ങൾ എപ്പോ കാണുന്നു? രാവിലെ 10:30 കാണാൻ പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് 7:30 പറയുന്നതെന്ന് പറഞ്ഞാൽ ആ സെയിം ആയിട്ടുള്ള സബ്ജക്റ്റിന്റെ ലെസൺ 1 ഗോ ത്രൂ ചെയ്യാന്നുള്ളതാണ് എന്ത് പറഞ്ഞിട്ടുള്ളത്? 7:30 പറഞ്ഞിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ആ പറയുന്ന ടൈമിൽ പഠിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും ബൈ ദ എൻഡ് ഓഫ് ദാറ്റ് ഡേ നിങ്ങൾ ഈ പറയുന്ന ഇൻട്രൊഡക്ഷനും ലെസൺ 1ഉം കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളത് മേക്ക് ഷുവർ ചെയ്യാം. ആൻഡ് ഓൾസോ നിങ്ങൾ വീഡിയോ ക്ലാസ്സസ് മാത്രമല്ല കാണേണ്ടത്. നിങ്ങൾ വീഡിയോ ക്ലാസ്സിനോടൊപ്പം തന്നെ നമുക്ക് ആപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്ന നോട്ട്സ് അല്ലെ, സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ SLM നിങ്ങളുടെ ആപ്പിൽ അവൈലബിൾ ആണ്. സോ SLM ഗോ ത്രൂ ചെയ്യുക. അതേപോലെ തന്നെ ഓരോ സബ്ജക്റ്റിനും ഷോർട്ട് നോട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, വാല്യൂ ആഡഡ് നോട്ട്. സോ വാല്യൂ ആഡഡ് നോട്ടും കൂടെ നിങ്ങൾ ഗോ ത്രൂ ചെയ്യുക. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ക്ലാസ് കാണുക അറിയാലോ. ആപ്പിൽ പോയി കഴിഞ്ഞാൽ BFSW Jan 25 ബാച്ച് സ്റ്റാർട്ട് ലേണിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്താൽ കണ്ടന്റ്സ് കാണും. കണ്ടന്റ്സിൽ പോയാൽ നിങ്ങൾക്ക് ഈ പേപ്പർ കോഡ് കാണും. ആ പേപ്പർ കോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഓരോ ബ്ലോക്ക് വൈസ് നിങ്ങൾക്ക് എന്താണ് വീഡിയോ ക്ലാസ്സും അതേപോലെ തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള നോട്ട്സ് PDF ആയിട്ട് നിങ്ങൾക്ക് അതിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെ വേണം നിങ്ങൾ കാണാൻ. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാം 3rd ഫെബ്രുവരി തൊട്ട് നിങ്ങൾക്ക് എന്താണ് വരുന്നത്? 3rd ഫെബ്രുവരി തൊട്ട് 10th ഫെബ്രുവരി വരെ നിങ്ങളുടെ ബ്ലോക്ക് 2 ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇൻ ബിസിനസ് നിങ്ങൾ എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ചെയ്യണം. 2 ബ്ലോക്ക് കവർ ചെയ്യാനുള്ള ടൈമാണ് 3rd ഫെബ്രുവരി തൊട്ട് പിന്നെന്തെന്ന് പറയുന്നത് 10th ഫെബ്രുവരി എന്ന് പറയുന്നത്. ഓക്കെ, അതെ അതെ. സൂം ഔട്ട് ചെയ്യുമ്പോൾ ഓഫ് സ്ക്രീൻ അല്ലല്ലോ? കറക്റ്റ്. ഓക്കെ ഓക്കെ. കറക്റ്റ് സ്ക്രീൻ. സോ ഇവിടെ കണ്ടില്ലേ? സോ നിങ്ങൾ സോറി, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മാറിപ്പോയി. 3rd ഫെബ്രുവരി തൊട്ട് 6th ഫെബ്രുവരി വരെയാണ് നിങ്ങൾക്ക് ബ്ലോക്ക് 1 പഠിക്കാനുള്ള സമയം എന്ന് പറയുന്നത്. ആൻഡ് നിങ്ങൾക്ക് ഇവിടെ കാണാം 5th ഫെബ്രുവരിയും 6th ഫെബ്രുവരി നിങ്ങൾക്ക് വരുന്നത് റിവിഷൻ ടൈം ആണ്. ഓക്കെ, ലൈവ് സെഷൻസ് അല്ലെങ്കിൽ അസൈൻമെന്റ് റൈറ്റിംഗ് സെൽഫ് സ്റ്റഡി എന്ന് പറയുന്നുണ്ട്. സോ അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം എന്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ലൈവ് സെഷൻ ആ ഒരു 6th ഫെബ്രുവരി അല്ലെങ്കിൽ 5th ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ലിങ്ക് അയച്ചു തരും. സോ നിങ്ങൾ ലിങ്കിൽ കയറുക. അന്ന് നിങ്ങൾക്കുള്ള ലൈവ് എന്ന് പറയുന്നത് ഈ പറയുന്ന BCOS 183ന്റെ ബ്ലോക്ക് 1 ആയിരിക്കും നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, ഇനിയിപ്പോ അന്നത്തെ ദിവസം ലൈവ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോ ചിലപ്പോൾ നിങ്ങൾക്ക് 5th ലൈവ് കാണില്ല, 6th ലൈവ് കാണുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇനിയിപ്പോ 5th എന്തുകൊണ്ട് അവിടെ റിവിഷൻ ടൈം എന്ന് കൊടുത്തേക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ സ്വയമേ എന്ത് ചെയ്യുക? റിവിഷൻ ഒന്നെങ്കിൽ പഠിക്കുക, സെൽഫ് സ്റ്റഡി നടത്തുക. ലൈവ് റിവിഷൻസും കാര്യങ്ങളും നിങ്ങൾ ഒന്നുകൂടെ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയുള്ള ടൈമാണ് എക്സ്ട്രാ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് 7th ഫെബ്രുവരി തൊട്ട് 10th ഫെബ്രുവരി വരെ നിങ്ങൾക്ക് എന്താണ്? നിങ്ങൾക്ക് ബ്ലോക്ക് 2 കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈമാണ്. ആൻഡ് ബൈ ദ എൻഡ് ഓഫ് 11th ആൻഡ് 12th അഗൈൻ നിങ്ങൾക്ക് ഇവിടെ കാണാം ലൈവ് റിവിഷൻ എന്നുള്ളത്. സോ ആ ഒരു മോർണിംഗ് ടൈം നിങ്ങൾ ലൈവ് റിവിഷൻ കാണുന്നുണ്ടായിരിക്കും. നമ്മൾ മോർണിംഗ് ടൈം നമ്മൾ ഒരിക്കലും ലൈവ് വെക്കത്തില്ല. ആഫ്റ്റർ 7 PM ആണ് നമ്മൾ ലൈവ് വെക്കുന്നത്. സോ 10:30 കൊടുത്തിരിക്കുന്ന റിവിഷൻ ടൈം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്കുള്ള സെൽഫ് സ്റ്റഡി, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നോട്ട്സ് എഴുതാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനിയിപ്പം ആ ഒരു ബ്ലോക്ക് 1 ബ്ലോക്ക് 2 ഒക്കെ ഒന്നുകൂടെ ഗോ ത്രൂ ചെയ്യണം തോന്നിയാൽ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു റിവിഷൻ ടൈം ആണ് നമ്മൾ മോർണിംഗിന്റെ അവിടെ ആ 10:30 അവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മൾ എപ്പോഴും ലൈവ് സെഷൻസ് വെക്കുന്നത് എപ്പോഴായിരിക്കും? ആഫ്റ്റർ 7 PM ആയിരിക്കും. ബിക്കോസ് നമുക്കറിയാം നമുക്ക് ഒത്തിരി വർക്കിംഗ് ആയിട്ടുള്ള ആളുകളുണ്ട്. ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോം ആണ്. സോ നമുക്ക് ആഫ്റ്റർ 7 PM ആയിരിക്കും എപ്പോഴും ലൈവ് സെഷൻസ് കാര്യങ്ങൾ വരുന്നത്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ 13th ഫെബ്രുവരി തൊട്ട് 14th ഫെബ്രുവരി നോക്കിയാൽ നിങ്ങൾക്ക് ബ്ലോക്ക് 3 കവർ ചെയ്യാനുള്ള ടൈമാണ്. 17th ആൻഡ് 18th ആണ് നിങ്ങൾക്ക് ആ ഒരു സബ്ജക്റ്റിന്റെ ആ ഒരു ബ്ലോക്കിന്റെ ലൈവ് സെഷൻസ് നിങ്ങൾക്ക് വരുന്നത്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് കാണാം 19 ഫെബ്രുവരി തൊട്ട് നിങ്ങൾക്ക് 20th ഫെബ്രുവരി വരെ നിങ്ങൾക്ക് ബ്ലോക്ക് 4 കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈമാണ് തന്നിട്ടുള്ളത്. 21st നിങ്ങൾക്ക് അതിന്റെ ലൈവ് സെഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് 24th to 25 നിങ്ങൾക്ക് എന്താണ്? ബ്ലോക്ക് 5ന്റെ ലെസൺസും കാര്യങ്ങളും നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ടൈമാണ്. അതിന്റെ ലൈവ് റിവിഷൻസ് നിങ്ങൾക്ക് എപ്പോഴാണ് വരുന്നത്? 27th ആൻഡ് ഓൾസോ 26th ലൈവ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇങ്ങനെയാണ് നിങ്ങൾ മെയിൻ ആയിട്ടും എന്ത് ചെയ്യേണ്ടത്? നിങ്ങൾ നിങ്ങളുടെ സബ്ജക്റ്റിനെ ഹാൻഡിൽ ചെയ്യേണ്ടത്. ഓക്കെ, ഇതിന്റെ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. ലാസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക? ചോദിക്കുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്തിട്ടേ പോവാവുള്ളൂ. ആൻഡ് അപ്പൊ അങ്ങനെ നമ്മുടെ ആ ഒരു എന്താണ് 27th ഫെബ്രുവരി കൊണ്ട് നമ്മളുടെ ആ ഒരു BCOS 183 എന്ന് പറയുന്ന സബ്ജക്ട് എന്ത് ചെയ്യുന്നുണ്ട്? എൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് പിന്നെ നമ്മൾ നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സബ്ജക്ട് എന്താണ്? 28th ഫെബ്രുവരി തൊട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ട സബ്ജക്ട് എന്ന് പറഞ്ഞാൽ BEVAE 181 ആണ്. ഓക്കെ, സോ ഇവിടെയാണ് നിങ്ങൾ ടൈം ടേബിളിന്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്.
നിങ്ങൾക്ക് ആ പറഞ്ഞ സമയത്തിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ടൈം ടേബിൾ അനുസരിച്ചാണ് നിങ്ങളുടെ പഠിത്തം മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് മിനിറ്റ് എക്സാമിന് സമയത്താണെന്നുള്ള തിരക്കുകളും ടെൻഷൻസും ഒക്കെ നിങ്ങൾക്ക് മാക്സിമം കുറയ്ക്കാം. ഈ പറഞ്ഞ ടൈം ടേബിൾ നിങ്ങൾക്ക് എല്ലാവർക്കും പഠിക്കുന്നത് പോലെയൊക്കെ തന്നെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒത്തിരി ബേർഡൻ ആയിട്ടോ അങ്ങനെ ഒന്നുമല്ല. ആൻഡ് ഓൾസോ നമ്മൾ ലൈവ് സെഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇവൻ വർക്ക് ചെയ്യുന്ന ആളുകൾ കാണുന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത് പോലെയാണ് ടൈം ടേബിൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ മേക്ക് ഷുവർ ദാറ്റ് നിങ്ങൾ ഇതേപോലെ തന്നെ പഠിക്കുക എന്നുള്ളത്. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കാൻ പറ്റുന്നില്ല, ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ മെസ്സേജ് അയക്കുക. ഓക്കെ, നിങ്ങൾ എന്നോട് ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തണം, ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്കത് അറിയാൻ പറ്റില്ല. സോ അത് നിങ്ങളൊന്ന് മനസ്സിൽ വെക്കുക. ആൻഡ് ഇവിടെ പറഞ്ഞതുപോലെ 28 ഫെബ്രുവരി തൊട്ട് പിന്നെ നിങ്ങൾക്ക് കാണാം 28 മാർച്ച്. ഓക്കെ, അപ്പൊ ആ ഒരു 28 ഫെബ്രുവരി തൊട്ട് പിന്നെ ആ ഒരു മാസം ആ ഒരു മാസത്തെ ഗ്യാപ്പിൽ നിങ്ങൾ എന്ത് പഠിക്കണം, BE VAE 181 ആ ഒരു 4 ബ്ലോക്കും നിങ്ങൾ കവർ ചെയ്യണം. അതിന്റെ ഇടയ്ക്ക് ഇൻ ബിറ്റ്വീൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉള്ള ലൈവ് സെഷൻസ് വരുന്നുണ്ട്. അത് ഞാൻ അഗൈൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ആ ലൈവ് റിവിഷൻ കൊടുത്തിരിക്കുന്നതിന്റെ അവിടെയാണ് ആ ഒരു ഡേറ്റ് നിങ്ങൾ നോട്ട് ചെയ്യുക. വിത്തിൻ ആ ഡേറ്റ് നിങ്ങൾ ഏത് ബ്ലോക്കാണ് ഇവിടെ കവർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അത് കവർ ചെയ്യുക എന്നുള്ളത് നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യുക. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീഡിയോ ക്ലാസ്സസ് മാത്രമല്ല, അതിന്റെ നോട്ട്സും വാല്യൂ ആഡഡ് നോട്ടും ഷോർട്ട് നോട്ടും എല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, ഗോ ത്രൂ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമുക്ക് ഈ പറഞ്ഞ BE-BAE ലൈവ് കംപ്ലീറ്റ്ലി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് 29 മാർച്ചിൽ അടുത്ത സബ്ജക്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. BCOS 186 പേഴ്സണൽ സെല്ലിംഗ് ആൻഡ് സെയിൽസ്മാൻഷിപ്പ് ആണ് എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അതിന്റെ ലൈവ് സെഷൻ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ആ ഒരു ബ്ലോക്ക് തീരുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ 15th April ആയിരിക്കും നമ്മൾ അതിന്റെ ലൈവ് സെഷൻസ് എന്ത് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത സബ്ജക്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, which is disaster management. PPAG 171 എന്ന് പറയുന്ന സബ്ജക്ട് നമ്മൾ 16 ഏപ്രിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് അത് എപ്പോഴാണ് എൻഡ് ചെയ്യുന്നത്, 8 മെയ്യിലാണ് അതിന്റെ എൻഡിങ് വരുന്നത്. ഓക്കെ, സോ ഇവിടെയൊക്കെ ഇടയ്ക്ക് ഈ പറയുന്ന ലൈവ് റിവിഷന്റെ ടൈം കൊടുത്തിട്ടുള്ളത് നിങ്ങൾ നോട്ട് ചെയ്യുക. അതിനുള്ളിൽ നിങ്ങൾ മാക്സിമം പഠിക്കാൻ വേണ്ടി നോക്കാം. ആൻഡ് ഓൾസോ ഇതിന്റെ താഴേക്ക് കണ്ടോ 9th മെയ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സെൽഫ് സ്റ്റഡി ടൈം, അസൈൻമെന്റ് റൈറ്റിംഗ് ടൈം, അല്ലെങ്കിൽ എക്സാം ഫോക്കസ്ഡ് ആയിട്ടുള്ള റിവിഷൻ സെഷൻസ് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. സോ അതെന്താന്ന് ചോദിച്ചാൽ ഇപ്പൊ നമുക്കറിയാം നിങ്ങൾക്കിപ്പോ എന്താണ് ഒരു നമ്മൾ BFSW എടുത്താൽ നിങ്ങൾക്ക് സെം വൈസ് ആയിട്ടാണ് നിങ്ങളുടെ പ്രോസ്പെക്ടസിലൊക്കെ ആണെന്നുണ്ടെങ്കിലും സബ്ജക്റ്റിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എക്സാംസും കാര്യങ്ങളും വരുന്നത് ഇയർ വൈസ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഫസ്റ്റ് സെം സെക്കൻഡ് സെം എന്ന് പറഞ്ഞിട്ടൊരു ഡിവിഷൻ ഉണ്ട്. അത് ജസ്റ്റ് അവിടെ ഡിവൈഡ് ചെയ്തിരുന്നതേ ഉള്ളൂ, അല്ലാണ്ട് നിങ്ങൾക്ക് സെം വൈസ് എക്സാംസും കാര്യങ്ങളൊന്നും ഇല്ല. സോ നമ്മൾ ആദ്യത്തെ ഒരു 6 മാസത്തിൽ നമ്മൾ എന്താണ് ആ ഒരു ഹാഫ് ഓഫ് സബ്ജക്റ്റ് ആയിരിക്കും നമ്മൾ കവർ ചെയ്യുന്നത്. ആൻഡ് അടുത്ത നെക്സ്റ്റ് 6 മന്ത്സിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, അടുത്ത സബ്ജക്ട് അല്ലെങ്കിൽ ആ ഒരു 1 ഇയർ ഗ്യാപ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിവൈഡ് ചെയ്തിട്ട് ഹാഫ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് ലൈവ് സെഷൻസ് തരുന്നത്. സോ ഇൻ ബിറ്റ്വീൻ ഈ പറയുന്ന ഈ ടൈമിൽ നിങ്ങൾക്ക് ഒന്നും കൂടി ഈ പറയുന്ന സബ്ജക്റ്റുകൾ പഠിക്കാനുള്ള സമയമുണ്ട്. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നമ്മുടെ ആപ്പിലാണെന്നുണ്ടെങ്കിൽ അവൈലബിൾ ആണ്. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താലും നിങ്ങൾക്ക് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടും. സോ നിങ്ങൾ അത് എക്സാംസ് നിങ്ങൾ തന്നെ കണ്ടക്ട് ചെയ്യുക. നിങ്ങൾ വീട്ടിലിരിക്കുമ്പോൾ നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻസ് എഴുതിയിട്ട് നിങ്ങൾക്ക് അതിന് ആൻസർ എഴുതാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യുക, നിങ്ങൾ ചെക്ക് ചെയ്യുക. അതാണ് ഇവിടെ മോക്ക് എക്സാംസ് എന്നൊക്കെ കൊടുത്തിട്ടുള്ളത്. അത് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതല്ല. നിങ്ങൾ എന്താ ചെയ്യുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, പഠിച്ചതിനെ ബേസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ വീട്ടിൽ നിങ്ങൾ ഒരു എന്താ പറയുക ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ എടുത്തിട്ട് നിങ്ങൾ തന്നെ സോൾവ് ചെയ്യാൻ വേണ്ടി നോക്കുക. അതാണ് ഇവിടെ മോക്ക് എക്സാംസ്, എൻവയോൺമെന്റൽ സ്റ്റഡീസ്, അതേപോലെ പേഴ്സണൽ സെല്ലിംഗ് ആൻഡ് സെയിൽസ്മാൻഷിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ആൻഡ് ഓൾസോ നിങ്ങൾക്ക് അസൈൻമെന്റ്സിന്റെ ക്വസ്റ്റ്യൻ വരുന്ന ടൈം ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആപ്പിൽ അസൈൻമെന്റ് ഗൈഡ് ബുക്കും കാര്യങ്ങളും ഒക്കെ ലോഞ്ച് ചെയ്യും. സോ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ പറഞ്ഞ സമയത്ത് ഈ സെൽഫ് സ്റ്റഡി അല്ലെങ്കിൽ അസൈൻമെന്റ് റൈറ്റിംഗ് ടൈം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അസൈൻമെന്റ്സും കാര്യങ്ങളും ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം. അതിന്റെ ഫുൾ സപ്പോർട്ട് നമ്മൾ തരും. ഇപ്പൊ നിങ്ങൾ ഇതെല്ലാം കൂടെ കേട്ടിട്ട് പേടിക്കൊന്നും വേണ്ട. അപ്പൊ ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾ ഇനിയിപ്പം പിന്നീട് ഈ പറയുന്ന ടൈം ടേബിൾ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് തോന്നാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഇത്രയും എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്ത് തരുന്നേ. കാരണം ഇതിപ്പോ 9th മെയ്യിലേക്കുള്ള കാര്യമാണ്. ഓക്കെ, അപ്പം അപ്പോഴത്തേക്കൊക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾ കുറെ കൂടി പഠിച്ചു നിങ്ങൾക്ക് അസൈൻമെന്റ്സ് ഒക്കെ എഴുതാനുള്ള ഒരു കപ്പാസിറ്റി ഒക്കെ നമ്മൾ ബിൽഡ് ചെയ്ത് എടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. സോ ദാറ്റ് നിങ്ങൾക്ക് എഴുതാനൊക്കെ പറ്റും. അപ്പം ഇതിപ്പോ നിങ്ങൾക്ക് പിന്നെ നോക്കുമ്പോൾ കൺഫ്യൂഷൻ വരാണ്ടിരിക്കാനാണ് ഇത് ഡിഫൈൻ ചെയ്ത് തരുന്നത്. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് നമ്മളുടെ എന്താണ് ടൈം ടേബിളിൽ പറയാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, സോ അത് ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ് ഷെയറിങ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ബൈ ദ എൻഡ് ഓഫ് ദിസ് ഓറിയന്റേഷൻ മീറ്റിംഗ് നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഈ പറയുന്ന BFSWന്റെ ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഈ ഹോൾ പ്രോഗ്രാം നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ട നിങ്ങളുടെ റിക്വയർമെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമുക്ക്
പ്രോപ്പർ ആയിട്ടുള്ള അറ്റൻഡൻസ്, അതുപോലെ സബ്മിഷൻസും കാര്യങ്ങളും. സബ്മിഷൻസ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള അസൈൻമെന്റ് സബ്മിഷൻസ് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പോ ബൈ ദ എൻഡ് ഓഫ് ദിസ് എന്താ പറയാ ഇയർ നിങ്ങൾക്ക് എക്സാം എഴുതണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ 6 സബ്ജക്റ്റ് ആണ് തിയറി പേപ്പേഴ്സ് വരുന്നത് അല്ലെ. സോ ആ ഒരു 6 സബ്ജക്റ്റിന്റെ തിയറി പേപ്പേഴ്സ് നിങ്ങൾക്ക് എക്സാം എഴുതണം. ആ ഒരു ടേം എൻഡിൽ നിങ്ങൾക്ക് എക്സാമിന് അപ്പിയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെയൊക്കെ അസൈൻമെന്റ്സ് എഴുതിയിട്ട് സബ്മിറ്റ് ചെയ്യണം സ്റ്റഡി സെന്ററിൽ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എക്സാം എഴുതാൻ വേണ്ടി പറ്റൂ. സോ പ്രോപ്പർ ആയിട്ടുള്ള സബ്മിഷൻസ് നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യുക. ഇപ്പൊ ഇവൻ ഓറിയന്റേഷൻ വിസിറ്റ് ആണെന്നെങ്കിൽ പോലും നിങ്ങൾക്ക് റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതൊക്കെയാണെന്നുണ്ടെങ്കിലും എഴുതി നിങ്ങൾ സ്റ്റഡി സെന്ററിൽ പ്രോപ്പർ ആയിട്ട് നിങ്ങൾക്ക് അറ്റൻഡൻസ് ഉണ്ട്, ഓറിയന്റേഷൻ വിസിറ്റിന്റെ അറ്റൻഡൻസ് ഉണ്ട്, ആൻഡ് ഓൾസോ നിങ്ങൾ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മേക്ക് ഷുവർ ചെയ്യുക. അതൊരു പ്രോഗ്രാം കംപ്ലീഷൻ റിക്വയർമെന്റ് ആണ്. നേരത്തെ അസൈൻമെന്റ്സ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അസൈൻമെന്റ്സ് എഴുതിയിട്ട് നിങ്ങൾ ആ ഒരു വിത്തിൻ ഒരു ഡെഡ് ലൈൻ നിങ്ങൾക്ക് കാണും. സോ ആ ഡെഡ് ലൈനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യുക. പിന്നെ വരുന്നത് പറഞ്ഞാൽ ടേമിന്റെ എക്സാമിനേഷൻസ് ആണ്. ഇപ്പൊ നിങ്ങൾ Jan 25 ബാച്ച് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇനി വരുന്ന എക്സാംസ് വരുന്നത് പറഞ്ഞാൽ ടേമെന്റിലാണ്, December 2025. ഓക്കെ, ഈ ഒരു ഇയറിന്റെ എൻഡിലായിരിക്കും നിങ്ങൾക്ക് എക്സാംസ് വരുന്നത്. അത് അപ്പിയർ ചെയ്യുക. പിന്നെ വരുന്നത് ഇവാലുവേഷൻ ഗ്രേഡിങ്ങിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അറ്റൻഡൻസ് ആൻഡ് സബ്മിഷൻസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ എന്താ പറയുക, നിങ്ങളുടെ ലേണിംഗ് മെറ്റീരിയൽസ് എല്ലാം നിങ്ങൾ പഠിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് നടത്തുന്ന ഇൻഡക്ഷൻ മീറ്റിംഗ്സ്, ഓഫ്ലൈൻ ആയിട്ടുള്ള ഏത് മീറ്റിംഗ്സ് ആയിക്കോട്ടെ, സ്റ്റഡി സെന്ററിൽ നിങ്ങൾ കണ്ടക്ട് ചെയ്യുന്ന മീറ്റിംഗ്സ് എല്ലാം നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് നിങ്ങൾക്കുള്ള ഓറിയന്റേഷൻ വിസിറ്റ്, ഫീൽഡ് വർക്ക്, ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട്. അവിടെ ഒരു നിങ്ങളുടെ അറ്റൻഡൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, മേക്ക് ഷുവർ ചെയ്യുക. ആൻഡ് ഓൾസോ റിപ്പോർട്ട്സും കാര്യങ്ങളിലൊക്കെ സബ്മിറ്റ് ചെയ്യുക. അസൈൻമെന്റ്സ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റിനും അസൈൻമെന്റ്സ് ഉണ്ട്. 6 സബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ 6 സബ്ജക്റ്റിനും നിങ്ങൾക്ക് എന്ത് വരുന്നുണ്ട്, അസൈൻമെന്റ്സും കാര്യങ്ങളും നിങ്ങൾക്ക് വരുന്നുണ്ട്. ആൻഡ് അസൈൻമെന്റ്സിൽ നിങ്ങൾക്ക് ഒരു മിനിമം 35% മാർക്ക് നിങ്ങൾ അക്വയർ ചെയ്താൽ നിങ്ങൾക്ക് അവിടെ പാസ് മാർക്ക് ആയിട്ട് കാണത്തുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയൊരു പറ്റിയൊരു വേ ആണ് അസൈൻമെന്റ്സ് റൈറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാന്നുള്ളത്. കാരണം ഇപ്പൊ നമ്മൾ ടോട്ടൽ നിങ്ങളുടെ റിസൾട്ട് എടുക്കുമ്പോൾ അതിലെ 70% നിങ്ങൾ റിട്ടേൺ ആയിട്ട് എഴുതുന്നതും 30% നിങ്ങളുടെ അസൈൻമെന്റ്സും ആണ് വരുന്നത്. സോ മേക്ക് ഷുവർ ദാറ്റ് നിങ്ങൾ അസൈൻമെന്റ്സിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യുന്നുണ്ടെന്നുള്ളത്. ആൻഡ് ഓൾസോ അസൈൻമെന്റ്സ് ബിഫോർ ഡെഡ് ലൈനും നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. ആൻഡ് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്നുള്ള അക്നോളജ്മെന്റ് സ്ലിപ്സും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ മേടിക്കുന്നുണ്ട് എന്നൊക്കെയുള്ളത് നിങ്ങൾ എന്ത് നോട്ട് ചെയ്യുക. ആൻഡ് നിങ്ങൾ അസൈൻമെന്റ്സ് ഓരോ സബ്ജക്ട് എഴുതി കഴിയുമ്പോഴും അതിന്റെ ഒരു കോപ്പി, ഓക്കെ, സ്കാൻഡ് കോപ്പി ഒക്കെ നിങ്ങൾ നിങ്ങളുടെ കയ്യിലൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് നോക്കുക. കീപ് ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി. ഓക്കെ, സോ അത്രയും കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. ദെൻ നമുക്ക് വരുന്നത് ടേമിന്റെ എക്സാമിനേഷൻ ആണ്. സോ ടേമിന്റെ എക്സാമിനേഷനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ ഇയറിലും 2 തവണയായിട്ടാണ് നിങ്ങളുടെ ടേമിന്റെ എക്സാമിനേഷൻ വരുന്നത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ജാനുവരി ബാച്ച് ആണ്, നിങ്ങൾക്ക് ഇപ്പൊ ഈ ഡിസംബറിൽ എക്സാം എഴുതാൻ പറ്റിയില്ല. ഓക്കെ, ഈ കേസ് എന്തെങ്കിലും കാരണത്താൽ എന്തെങ്കിലും എമർജൻസി വന്നിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ 2026 എന്താണ് ജൂണിൽ നിങ്ങൾക്ക് എഗെയിൻ എക്സാം എഴുതാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. സോ അങ്ങനെയാണ് നമ്മൾ എക്സാം പാറ്റേൺ പോകുന്നത്. ഡിസംബർ ആൻഡ് ജൂൺ ബേസിസിലായിരിക്കും നമ്മുടെ എക്സാംസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, അപ്പം ഡിസംബറിൽ എക്സാം എഴുതാൻ പറ്റാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഇയർ ജൂണിലേക്ക് നിങ്ങൾക്ക് എക്സാം രജിസ്റ്റർ ചെയ്തിട്ട് അത് എഴുതാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഓൾസോ ഈ പറയുന്ന ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിനിമം നിങ്ങൾക്ക് പാസ് മാർക്ക് വേണ്ടത് 35% ആണ്. ഓരോ സബ്ജക്റ്റും നിങ്ങൾ അക്വയർ ചെയ്യേണ്ട എന്താണ് മാർക്ക് എന്ന് പറയുന്നത്. ബിലോ 35 ആണെന്നുണ്ടെങ്കിൽ that you have to reappear in the next term examination. ആൻഡ് ഫൈനൽ റിസൾട്ട് ഫോർ തിയറി കോഴ്സസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എന്താണ് നമ്മളുടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അസൈൻമെന്റ് ആൻഡ് ടേമിന്റെ എക്സാമിനേഷൻ ഡിവൈഡ് ചെയ്തിട്ടാണ് വരുന്നത്. സോ 70% മാർക്കും ടേമിന്റെ എക്സാമിനേഷൻ വരുന്നുണ്ട്. ആൻഡ് ഓൾസോ 30% ഓഫ് മാർക്ക് ഒബ്റ്റെയിൻ ഇൻ അസൈൻമെന്റ്സ് വരുന്നുണ്ട്. സോ അസൈൻമെന്റ്സും നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാന്നുള്ളത് നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യേണ്ട കാര്യമാണ്. എങ്കിലാണ് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ബെറ്റർ റിസൾട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾക്ക് അക്വയർ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, ആൻഡ് ഇനി നമുക്ക് ലേൺ വൈസിൽ നിങ്ങളെ ഈ പറയുന്ന നല്ല രീതിയിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്ത് തരുന്ന ടൂൾസും കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഇവിടെ പറയാം. സോ നമ്മൾ മെയിൻ ആയിട്ടും റെക്കോർഡഡ് ആൻഡ് ലൈവ് വീഡിയോ ലെക്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ മെയിൻ ക്ലാസ്സസ് എപ്പോഴും നമ്മളുടെ ആപ്പിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ നമ്മുടെ ആപ്പ് ഓപ്പൺ ചെയ്യുക. സോ ഫസ്റ്റ് ആ ഒരു ഇന്റർഫേസിൽ BFSW Jan 25 എന്ന് കാണും. സ്റ്റാർട്ട് ലേണിംഗ് കൊടുത്താൽ കോണ്ടന്റ്സ് കാണും. അതിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് പ്രീ റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും. ആൻഡ് നമ്മൾ നേരത്തെ ടൈം ടേബിൾ ലോഞ്ച് ചെയ്ത് പറഞ്ഞിട്ടുള്ള ലൈവ് വീഡിയോ ലെക്ചേഴ്സ്, ലൈവ് സെഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
പിന്നെ ഈ പറയുന്ന ആപ്പിൽ നമ്മൾ വാല്യൂ ആഡഡ് നോട്ട് ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്ത് തരുന്ന ഷോർട്ട് നോട്ട് ആണ് വാല്യൂ ആഡഡ് നോട്ട് എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ ഒരു ബ്ലോക്ക് കംപ്ലീറ്റ് ചെയ്തു, നിങ്ങൾക്ക് ആ ബ്ലോക്ക് ഫുൾ ഒന്ന് ഓടിച്ചെന്ന് എന്താ അതിൽ എന്താണുള്ളത് എന്ന് ജസ്റ്റ് ഒന്ന് നോക്കണം എന്നുണ്ടെങ്കിൽ യു ക്യാൻ റെഫർ വാല്യൂ ആഡഡ് നോട്ട്. അതിൽ വളരെ ഷോർട്ട് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പോയിന്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. Then we have exam PDF and exam special guides പോലുള്ള സപ്പോർട്ടുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്, സോൾവ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. ആൻഡ് ഓൾസോ അസൈൻമെന്റ് ആൻസർ ഗൈഡ് ബുക്സ്. നിങ്ങളുടെ അസൈൻമെന്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എപ്പോഴാണോ പബ്ലിഷ് ചെയ്യുന്നത് യൂണിവേഴ്സിറ്റി, ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമ്മൾ അസൈൻമെന്റ് ഗൈഡ് ബുക്സ് നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതിന്റെ ആൻസർ ഗൈഡ് ബുക്സും കാര്യങ്ങളും തന്നെ ആപ്പിൽ എന്തായിരിക്കും അവൈലബിൾ ആയിരിക്കും. സോ നിങ്ങൾ അസൈൻമെന്റ് എഴുതുമ്പോൾ മേക്ക് ഷുവർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അസൈൻമെന്റിലെ എല്ലാ പോയിന്റ്സും ആ ഗൈഡ് ബുക്കിലെ എല്ലാ പോയിന്റ്സും പക്ക കോപ്പി അടിച്ച് വെക്കാന്നുള്ളതല്ല. കാരണം നിങ്ങളുടെ സ്റ്റഡി സെന്ററിൽ പഠിക്കുന്ന വേറെ കുട്ടികളും എന്താണ് ലേൺ വൈസ് ഉള്ളവർ കാണും. സോ നിങ്ങൾ രണ്ടുപേരും ഒരേ സ്റ്റഡി സെന്റർ ആണ്, നിങ്ങൾ രണ്ടുപേരും ആൻസർ ഗൈഡ് ബുക്ക് നോക്കി അത് മാത്രം എഴുതി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റഡി സെന്ററിൽ പോകുമ്പോൾ അവർ ചെക്ക് ചെയ്യുമ്പോൾ അവർക്ക് ഇത് മനസ്സിലാവും. അപ്പൊ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല, ഓക്കെ, കുറവ് മാർക്കായിരിക്കും കിട്ടുന്നത്. അല്ലെങ്കിലും നമ്മൾ എന്തിനാ അസൈൻമെന്റ് എഴുതുന്നത്? നിങ്ങൾക്ക് സബ്ജക്റ്റിനെ കുറിച്ചിട്ട് ഇൻഡെപ്ത് നോളജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, അല്ലാണ്ട് ചുമ്മാ മാർക്കിന് വേണ്ടിയിട്ട് മാത്രമല്ല. അപ്പൊ നിങ്ങൾ അസൈൻമെന്റ് എഴുതുമ്പോൾ നിങ്ങളുടേതായിട്ടുള്ള പോയിന്റ്സും SLMസും ഒക്കെ റെഫർ ചെയ്തിട്ട് നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട് നോക്കുക. ആൻഡ് ദ മോർ ടൂൾസ് ആൻഡ് സപ്പോർട്ട് ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഉണ്ട്. നമ്മൾ എക്സാം നിങ്ങളുടെ ടേമിന്റെ എക്സാമിനേഷന്റെ ഒക്കെ സമയത്ത് നമ്മൾ പ്രീവിയസ് ഇയർ PYQ എന്ന് പറയും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഒരു വീഡിയോ യൂട്യൂബ് സീരീസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. മുൻകാല ചോദ്യ പേപ്പറിന്റെ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ആണ്. നേരത്തെ ഉള്ള ഒരു 4 to 5 ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, ഇനി ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത്, ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് എന്നൊക്കെ ഉള്ളത് വെച്ചിട്ട് നമ്മളൊരു വീഡിയോ സെഷൻസ് നമ്മൾ സീരീസ് നമ്മൾ റിലീസ് ചെയ്യും. അത് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആൻഡ് ഓൾസോ നമ്മൾ ടേമിന്റെ എക്സാമിനേഷന് മുന്നേ ആയിട്ട് ഒരു 2 മാസം മുന്നേ ആയിട്ടോ ഒക്കെ നമ്മൾ ഒരു മോഡൽ എക്സാംസ് നിങ്ങൾക്ക് വേണ്ടി കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഏത് സമയത്തും നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഗ്നോന്റെ എക്സാം ഹെൽപ്പ് ഡെസ്കും കാര്യങ്ങളും ആ ഒരു എക്സാമിന്റെ സമയത്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട്. ദെൻ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് തരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം ഉണ്ട്. നിങ്ങൾ ലേണേഴ്സിന്റെ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്ത് തരുന്ന ഒരു ഫീച്ചർ ആണ്. അപ്പാർട്ട് ഫ്രം ദിസ് അക്കാഡമിക് ഫീച്ചർ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് തരുന്ന ഫീച്ചർ ആണ് EEP എന്ന് പറയുന്നത്. അതാണ് ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം. ആൻഡ് നമുക്ക് പലതരത്തിലുള്ള കോ കരിക്കുലർ ഇവന്റ്സ് നമ്മൾ കണ്ടക്ട് ചെയ്യും. ഓക്കെ, പലതരത്തിലുള്ള നാഷണൽ ഡേയ്സ് ആയിക്കോട്ടെ, സെലിബ്രേഷൻസ് ആയിക്കോട്ടെ, അതൊക്കെ ഒക്കർ ചെയ്യുന്ന സമയത്ത് നമുക്കും ഈ പറയുന്ന ഓൺലൈനിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല എന്റർടൈനിങ് ആയിട്ടുള്ള ഇവന്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് കരിയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇനിഷ്യേറ്റീവ്സും അപ്സ്കില്ലിങ്ങും കാര്യങ്ങളും ഒക്കെ ലേൺ വൈസ് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഉള്ളത്. സോ ആക്ഷൻ ടാസ്ക് എന്ന് പറഞ്ഞാല് ഇപ്പൊ നിങ്ങൾക്ക് 6 കോഴ്സാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാനുള്ളത്, നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ പഠിക്കാനുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. സോ നിങ്ങൾ വിചാരിക്കുക, ഇപ്പൊ നിങ്ങൾക്ക് ഈ പറയുന്ന ഫസ്റ്റ് ഇയർ പഠിക്കാനുള്ള ഓരോരോ സബ്ജക്ട് അല്ലെങ്കിൽ ഓരോരോ കോഴ്സും ഓരോ പ്രൊഡക്റ്റ് ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യാം. ആൻഡ് നിങ്ങൾ ഈ പറയുന്ന ഓരോ പ്രൊഡക്റ്റിനെയും നിങ്ങൾക്ക് എന്ത് ചെയ്യണം, അഡ്വർടൈസ് ചെയ്യണം. ആളുകൾ മേടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അഡ്വർടൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും ആ ഒരു അഡ്വർടൈസ്മെന്റ് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നേ? ലൈക്ക് ദറ്റ് നിങ്ങൾക്ക് ഒരു സ്ലോഗൻ ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ടാഗ് ലൈൻ ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള വോയിസ് നോട്ട്സ് ക്രിയേറ്റ് ചെയ്യാം, ഷോർട്ട് വീഡിയോസ് ആകാം. എങ്ങനെ നമ്മളൊരു സംഭവം നമ്മൾ അഡ്വർടൈസ് ചെയ്യുമോ, ഈ പറഞ്ഞ സബ്ജക്റ്റിന് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ അഡ്വർടൈസ് ചെയ്യാം എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചിട്ട് നിങ്ങൾ അതൊരു ഈ പറയുന്ന സ്ലോഗൻ ആയിട്ടോ ടാഗ് ലൈൻ ആയിട്ടോ അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോ ആയിട്ടോ വോയിസ് നോട്ട് ആയിട്ടോ നിങ്ങൾ എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ എനിക്ക് അയച്ചു തരിക. അതാണ് നിങ്ങളുടെ ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, സപ്പോസ് യു ആർ എ ടീച്ചർ, നിങ്ങൾ ഒരു ടീച്ചറാണെന്ന് വിചാരിക്കുക. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ആണ് നമ്മൾ തരുന്നത് ടു ടീച്ച് എനി ഓഫ് ദ ഇയേഴ്സ് ഫസ്റ്റ് ഇയർ കോഴ്സസ്. ആൻഡ് നിങ്ങൾ ഈ പറയുന്ന കോഴ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഏത് കോഴ്സ് ആയിരിക്കും നിങ്ങൾ ചൂസ് ചെയ്യുന്നത്? നമ്മൾ ഇത്രയും കുറച്ച് സബ്ജക്റ്റ് ഒക്കെ നമ്മൾ കണ്ടു. അപ്പൊ ആ ഒരു സബ്ജക്റ്റില് നിങ്ങളൊരു ടീച്ചർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളോട് പറയാണ് ഒരു സബ്ജക്ട് പഠിപ്പിച്ചോ എന്ന് പറഞ്ഞ് തന്നാൽ നിങ്ങൾ ഏത് സബ്ജക്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചൂസ് ചെയ്യും. ആൻഡ് ഓൾസോ എന്തുകൊണ്ട് നിങ്ങൾ ചൂസ് ചെയ്യും? ഇതാണ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിന്റെ രണ്ടിന്റെയും ആൻസേഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എനിക്ക് അയച്ചു തരിക. സോ ഇതാണ് നമ്മുടെ ടാസ്ക് ആയിട്ടുള്ളത്. എല്ലാവരും നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, ഇത് അയച്ചു തരണം കേട്ടോ. നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ 6 സബ്ജക്റ്റ് ആണ് പഠിക്കാനുള്ളത്. അതിൽ 3 എന്ന് പറഞ്ഞ മെയിൻ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതാ. ബാക്കിയുള്ള 3 ആണ് ഇലക്ടീവ്സ് വരുന്നത്. ഓക്കെ, സ്കിൽ എൻഹാൻസ്മെന്റ് വരുന്നുണ്ട്, അതേപോലെ തന്നെ വൊക്കേഷണൽ കോഴ്സും അങ്ങനെയുള്ള കോഴ്സുകളൊക്കെയാണ് നിങ്ങൾക്ക് എന്തായിട്ട് വരുന്നത്, ഇലക്റ്റീവ് ആയിട്ട് വരുന്നത്. ഓക്കെ,
ഇന്റർ ഡിസിപ്ലിനറി വരുന്നുണ്ട്, സ്കിൽ എൻഹാൻസ്മെന്റ് വരുന്നുണ്ട്, അതേപോലെ തന്നെ വൊക്കേഷണൽ കോഴ്സ്. ഈ 3 ടോപ്പിക്സിന്റെ അണ്ടറിലും നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് സെറ്റ് ഓഫ് കോഴ്സുകൾ, സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് തരും. അതിൽ നിന്ന് നിങ്ങൾ ഒരെണ്ണം ചൂസ് ചെയ്യുക. ഇതാണ് നിങ്ങൾക്ക് സബ്ജക്റ്റ് ആയിട്ട് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സ്ലൈഡിലൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ എല്ലാവരും ഈ പറയുന്ന ടൈം ടേബിൾ യൂസ് ചെയ്യുക. നമ്മൾ ടൈം ടേബിൾ ലോഞ്ച് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ആ ഒരു ടൈം ടേബിൾ അനുസരിച്ച് മുന്നോട്ടേക്ക് പോയാൽ നമുക്ക് സ്മൂത്ത് ആയിട്ട് പോകാൻ പറ്റും. ഓക്കെ, ഇല്ലാന്നുണ്ടെങ്കിൽ പാടായിരിക്കും. സോ അത്രയൊക്കെ ഉള്ളൂ. നന്നായിട്ട് പഠിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്. ടൈം ടേബിൾ ഫോളോ ചെയ്യുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ലൈവ് സെഷൻസ് ഒക്കെ മാക്സിമം അറ്റൻഡ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ലൈവ് വെക്കുന്നത്. സോ അതൊന്നും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ എന്ത് ചെയ്യുക നോക്കാന്നുള്ളത്. കാരണം ഡൗട്ട്സ് നോട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡൗട്ട്സ് ചോദിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആണ്. അപ്പൊ നിങ്ങൾ അതൊന്നും മിസ് ചെയ്യാൻ പാടില്ല. സോ നിങ്ങൾക്ക് വേറെ ഡൗട്ട് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് യു ക്യാൻ ലീവ്. ഓക്കെ, താങ്ക് യു എവ്രി വൺ ഫോർ ജോയിനിങ്.